ഇപ്പൊ ചില ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് സെക്സ് ചെയ്ത ഫീലിങ്സ് ഉണ്ടാകാറുണ്ടോ? ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്ന സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച ഹണി ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണോ ഹണി? അപ്പൊ ഇയാള് ഓവർ സ്മാർട്ട് ആകല്ലേ? ഞാൻ പറഞ്ഞിട്ട് താൻ സംസാരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളെ സെക്ഷലായിട്ട് ഇംപ്രസ് ചെയ്യാനാണ് നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞാലും പലരുടെയും കൂടെ പോകുന്ന ഒരാളാണോ ഹണി ആരോഹി? അതും ഈ ഒരു ടാറ്റു ഇപ്പോഴും വെച്ചുകൊണ്ട് തന്നെ അതിൽ എന്ത് മൊറാലിറ്റി ആണുള്ളത്? ചുമ്മാ സംസാരിച്ചിട്ട് ഇരിക്കരുത്. നമ്മൾ പൊട്ടന്മാരെന്നല്ല, വെറുതെ വന്നിരിക്കണേന്നല്ല, സീരിയസ്ലി ഞാൻ പറയുവാണ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാൽ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് സംസാരിച്ച് തീർക്കാനുള്ള സമയം തന്നെ എനിക്ക്. സമൂഹത്തിന് എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത്? മതി, മോളുടെ സംസാരം മതി. അല്ല, മതിയാക്കിയാ മതി. ഞങ്ങൾക്ക് താല്പര്യമില്ല. പോയി അണി നോക്ക്, ഭ്രാന്ത്. എല്ലാവർക്കും നമസ്കാരം. ഫെയിം സ്റ്റെപ്സിന്റെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അന്ന റോസ് ആൻഡ് ദിസ് ഇസ് അവർ ഷോ ടോസ് വിത്ത് അന്ന. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരുപാട് വിവാദങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങി നിൽക്കുന്ന രണ്ട് ട്രാൻസ് കപ്പിളാണ്. ഒരു സുന്ദരനും സുന്ദരിയും, അതിലുപരി എനിക്ക് പറയാനുള്ളത് വളരെ ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള രണ്ട് കപ്പിൾസ്. സോ അവരെ ഒരുപാട് സ്നേഹപൂർവ്വം തന്നെ നമ്മുടെ ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. വെൽക്കം ഗബ്രി ടുഗദർ വിത്ത് എയിൻ ഹണി. യെസ്. അപ്പോൾ എയിൻ ഹണി ആരോഹി, ഫസ്റ്റ് നമുക്ക് ആ ഒരു പേരിൽ തന്നെ തുടങ്ങാം അല്ലേ? അതെ. എല്ലായിടത്തും ചോദിക്കുന്ന ഒരു ക്ലീഷേ ക്വസ്റ്റ്യൻ ആയിരിക്കും, ആണോ? ആക്ച്വലി പേര് ഞാൻ കുറെ പറഞ്ഞിട്ടുള്ളതാണ്. പേര് മീൻസ് ആദ്യം ഹണി എന്നായിരുന്നു. ഹണി അച്ഛൻ്റെ പേര് ബാക്കിലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം എല്ലാവരുടെയും ബാക്കിൽ ഇപ്പം പലരും അവരുടെ പഴയ നെയിംസ് നമ്മുടെ പേരിൻ്റെ ബാക്കിൽ ഇടുന്നത് കൊണ്ട് അവർ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ട്രാൻസ്ഫോബിയൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മൾ അതിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ കളയാക്കൊണ്ടേ ഇരിക്കും. അപ്പം എനിക്ക് ആദ്യം തന്നെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ പേരാണോ ഹണിയുടെ പേരാണോ എന്ന് വെച്ചിട്ട് എൻ്റെ പപ്പയുടെ പേരുണ്ടായിരുന്നു ബാക്കിൽ. അപ്പം ഞാനിങ്ങനെ മമ്മിയോട് പറഞ്ഞപ്പോൾ ആ മമ്മി പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ പേര് അതിൽ ഫിൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ എയിനെന്നും ആരോഹി എന്നുള്ള പേര് എൻ്റെ ബാക്കിൽ ഫ്രണ്ടിൽ ഇടുന്നത്. അപ്പം അത് നോക്കിയപ്പോൾ കറക്റ്റായി, നന്നായി വന്നു. പിന്നെ അതൊരു ലക്കി ആയിട്ട് എനിക്ക് തോന്നി. ആ പേര് ചേഞ്ച് ചെയ്തതിന് ശേഷം എനിക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു. പിന്നെ അത് മാറ്റാൻ പോയില്ല, നന്നായി. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണല്ലേ എയിൻ ഹണി ആരോഹി. അർത്ഥങ്ങളുണ്ട്. എയിൻ എന്ന് പറഞ്ഞാൽ ഐസാണ്. അതെ. പിന്നെ ആരോഹി ട്യൂൺ, പിന്നെ ഹണി തേൻ. നല്ലൊരു ഇതായിട്ട് ഞാൻ ആരോഹി എന്ന് പറഞ്ഞ ട്യൂൺ. അത് നല്ല സോ ഇന്ന് എനിക്ക് തോന്നുന്നു റെഡില് ഭയങ്കര ഗോൾജിയസ് ആണ് കാണാനായിട്ട്, നല്ല രസമുണ്ട്. പൊതുവെ സാരിയാണ് എനിക്ക് ഏറ്റവും വെയർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള. കോസ്റ്റ്യൂംസ് ഒക്കെ തന്നെയാണോ സെലക്ട് ചെയ്യുന്നത്? അല്ലല്ല, ഇടയ്ക്ക് എൻ്റെ പാർട്ണർ എടുത്തു തരും. ആക്ച്വലി ഞങ്ങൾ കപ്പിൾസ് അല്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസിൽ പറയുന്നത് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് കപ്പിൾസ് ആണെന്ന് തന്നെയാണ്. അല്ല, ആക്ച്വലി ഞങ്ങൾ എല്ലാ ഇന്റർവ്യൂസിലും പറയുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നു കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എല്ലാ ഇന്റർവ്യൂസിലും ഞങ്ങൾ പറയും ഞങ്ങൾ കപ്പിൾസ് അല്ല എന്ന്. കപ്പിൾസ് അല്ല, ആക്ച്വലി ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. അതെ. പക്ഷെ ഇവരെ കണ്ട കപ്പിൾസ് അല്ല. ഓക്കെ. സോ എന്താ, എനിക്ക് തോന്നുന്നു ഗബ്രി അധികം സംസാരിക്കാത്ത കൂട്ടത്തിലാണോ? സംസാരിക്കും. പക്ഷേ ഹണീനെ ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ട്. അതും അവിടുന്ന് ഒക്കെ ആയിട്ട് ഷോർട്സ് ആയിട്ടാണ് കേട്ടോ കണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇൻ്റർവ്യൂസിൽ കാണുമ്പം ട്രാൻസ് വിമൺ ആണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ അറിയുന്നത് ഓക്കെ ഹണി ട്രാൻസ് വിമൺ ആണ് എന്നുള്ളത്. ഓക്കെ. അപ്പോൾ എന്താ പറയുന്നത്, ഇത് ആരെങ്കിലും അല്ലാതെ തന്നെ തിരിച്ചറിയലുണ്ടോ? മീൻസ് ശബ്ദം കൊണ്ട് ഒരു മാറ്റമില്ല, ഫിഗർ കൊണ്ടായാലും യു ആർ ലുക്കിംഗ് ലൈക്ക് എ ഒറിജിനൽ ലേഡി. ആക്ച്വലി ഞാനിപ്പോൾ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ എല്ലാ ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ ഷോസൊക്കെ ചെയ്യുന്ന സമയത്തും നമ്മൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലാണേലും നമ്മുടെ മലയാളത്തിന് എല്ലാവർക്കും അറിയാം ട്രാൻസ് വുമൺ ആണെന്ന ലേബിളിൽ തന്നെ അറിയുന്നത്. അപ്പോൾ എല്ലാ വർക്ക്സും കിട്ടുന്നതാണേലും എല്ലാ കാര്യങ്ങളാണേലും എനിക്ക് ഇങ്ങനത്തെ കാര്യം ട്രാൻസ് ലേബിളിൽ തന്നെ കിട്ടിയിരുന്നു. അപ്പോൾ അത്യാവശ്യം ഞാനിപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്താണേലും തമിഴ്നാട്ടിലുള്ളവർക്കാണേലും മലയാളത്തിനാണേലും അത്യാവശ്യം കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ അവർ വന്നിട്ട് സംസാരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സർജറീസ് എങ്ങനെയാണ് ചെയ്തതിനെ പറ്റി അപ്പോൾ അറിഞ്ഞിട്ടായിരിക്കുമല്ലോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അറിഞ്ഞിട്ട് അത്യാവശ്യം ആളുകൾക്ക് അറിയാം. ഓക്കെ. കമ്മിങ് ബാക്ക് ടു ഗബ്രി അല്ലേ, ട്രാൻസ് വിമനെ ഒരുപാട് നമുക്ക് സുപരിചിതമാണ്. പക്ഷെ ഒരു ട്രാൻസ് മെൻ എന്ന് പറയുന്ന അത്രയും കോമൺ അല്ല. ആൻഡ് എന്താ ഒരു ട്രാൻസ് ലേഡീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർജറീസ് കാര്യങ്ങൾ എല്ലാം
കുറേയൊക്കെ ആൾക്കാർക്ക് അറിയാം. എങ്ങനെയായിരുന്നു ട്രാൻസ് മെന്നിലേക്കുള്ള ആ ഒരു സർജിക്കൽ മൂവ്മെന്റ്, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ മുതലുള്ള അനുഭവങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? എനിക്ക് ചെറുപ്പത്തിലേ മുതലുള്ള അനുഭവം എന്ന് ചോദിച്ചാൽ, എനിക്ക് ചെറുപ്പം മുതലേ ഒരു മെയിൽ ക്യാരക്ടറും അങ്ങനെ നടക്കണം, ഹെയർ ഒന്നും ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. അല്ല, ഇപ്പൊ ഒരുപാട് ടോം ബോയ്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പം എപ്പോഴും ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയോട് പറയുന്നൊരു കാര്യമായിരുന്നു, ഞാൻ ഈ മൈക്കിൾ ജാക്സൺ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫേസ് മാറ്റി എന്നൊക്കെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മെയിലാകും എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പറയായിരുന്നു. എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് പിന്നീട് ഞാൻ വളരും തോറും എനിക്കൊരു മെയിലാവണം എന്നുള്ള ചിന്തയായിരുന്നു. ബിക്കോസ് എൻ്റെ റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ്. എൻ്റെ അച്ഛനെ പോലെ ആവണം ഇല്ലേ, അങ്ങനത്തെ ഒരു ഫിസിക് ആസ് എ വോൾ ഒരു ലേഡിയുടെ ആയിരുന്നു. ഓഫ് കോഴ്സ്, കാരണം ജനിച്ചത് ഒരു പെൺകുട്ടിയായിട്ടാണല്ലോ. പക്ഷേ എൻ്റെ സൗണ്ട് ചെറുപ്പം മുതൽ തന്നെ ഒരു മെയിൽ ടച്ചുള്ള സൗണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇതിന് മുമ്പ് എന്തായാലും മെഡിസിൻ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സൗണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പം സൗണ്ടിൻ്റെ ഒരു കാര്യത്തിലും പിന്നെ ഞാൻ നടക്കുന്ന രീതികളും എൻ്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് ആണല്ലോ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ ആൺകുട്ടികളെപ്പോലെ നടക്കുന്നത്, ആൺകുട്ടികളെപ്പോലെ എന്താ ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ അച്ഛനോട് ഇതേപോലെ ഒരു ടീച്ചർ ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, എൻ്റെ കൊച്ചല്ലേ, അത് അതിന് ഇഷ്ടമുള്ളവരാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ പ്രശ്നമാണെന്ന് ചോദിച്ചു. കാരണം എൻ്റെ അച്ഛൻ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്ന മെയിലിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ സമയത്ത് ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനായിരുന്നു. അല്ലേ? ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛൻ തന്നെയാണ്. അതെന്തുകൊണ്ടായിരുന്നു? അത് കാരണം അത്രയും നാൾ സപ്പോർട്ടീവായിട്ട് നിന്ന അച്ഛൻ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അത് എതിർക്കാനുണ്ടായ, ആ ആഗ്രഹം മാത്രം എതിർക്കാനുണ്ടായ കാരണം അച്ഛന് ഞാൻ അങ്ങനെ ഒരു തൻ്റെ ഉള്ളൊരു പെൺകുട്ടിയായിട്ട് നടക്കുന്നതിനോട് പ്രശ്നമില്ലായിരുന്നു. കാരണം എന്നോട് പറയും ചെറുപ്പത്തിൽ, ഇതിനോട് എന്നെ അടി ചോദിച്ചത് എന്നെ ആടാന്ന് ചോദിക്കണം എന്നോട് പറയും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്ക്. കുറച്ച് തൻ്റെ ഉള്ള ക്യാരക്ടർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ചേഞ്ച് ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പുള്ളിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ ഒരു ട്രെൻഡ് ആണല്ലേ മോസ്റ്റ് കോമൺലി കുറച്ച് തൻ്റെ ഉള്ള ലേഡീസ്, അല്ലെങ്കിൽ എന്നെ അടിയെന്ന് ചോദിക്കുമ്പോൾ പോടാന്ന് പറയാൻ പറ്റിയ പക്ഷെ അത് നേരെ തിരിച്ച് ബോയ്സിൽ ആ ഒരു ഗേളിഷ്നെസ് വരുമ്പോൾ ആളുകൾ കളിയാക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് ഹണിക്ക് എന്താ പറയാനുള്ളത്? അത് ആക്ച്വലി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, അതായത് ഒരു പെണ്ണിൽ ഒരു ആണത്വം കാണുമ്പോൾ അതെല്ലാവരും വളരെ അപ്രിഷ്യബിൾ ആണ്. ഓക്കെ, അവൾ തൻ്റെ ഉള്ളവളാണ്, അവളെ എവിടെയും പിടിച്ചു നിൽക്കും എന്നുള്ളത്. പക്ഷെ ഒരു ആണില് ഒരു പെണ്ണത്വം കാണുമ്പോൾ നേരെ തിരിഞ്ഞ് ഈ സമൂഹം കളിയാക്കുകയും ചെയ്യുന്നു. അത് അവിടെ നമുക്കൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കാണാൻ പറ്റുന്നുണ്ടോ? ആക്ച്വലി ഇപ്പോൾ ഗബ്രിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും ഗബ്രിയുടെ ഫാമിലിയിൽ ഗബ്രീന ഈ ജെൻഡർ ഡിക്ലെയർ ചെയ്യുന്നത് വരെയും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ അച്ഛനാണ് ജെൻഡർ ഡിക്ലെയർ ചെയ്ത ശേഷം ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനാണ്. പക്ഷേ അതുവരെ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ മുടി വെട്ടാനാണേലും ജെൻസിൻ്റെ കോസ്റ്റ്യൂംസ് ഇട്ട് നടക്കാനാണേലും അങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്തതും, ഒരാൾ എന്താടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാന്ന് ചോദിക്കാനൊക്കെ അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത അച്ഛനാണ്. പക്ഷേ ട്രാൻസ് വുമൻസിൻ്റെ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഒരു ആൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും വെച്ച് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ പോലെ ഷൈ ആകുക, അല്ലെങ്കിൽ ഗേൾസിനെ പോലെ ലിപ്സ്റ്റിക് ഇടുക, കണ്ണെഴുതുക, അല്ലെങ്കിൽ അവരുടെ കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുക, അതൊക്കെ ഒരു നാണക്കേട്, അല്ലെങ്കിൽ ഒരു പെണ്ണാകുക എന്ന് പറയുന്നത് കുറച്ചിലായിട്ട് കാണുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ ഫാമിലിയിൽ എനിക്ക് പ്രോബ്ലംസ് ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ നെയ്ബേഴ്സ് എന്ന് പറയുന്ന ആളുകൾ, ആക്ച്വലി സൊസൈറ്റി തന്നെ ഒരു പെൺകുട്ടികളുടെ ഒരു, നമ്മളിപ്പോൾ ആൺകുട്ടി പെണ്ണായി അയ്യെന്നൊരു രീതിയിലാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് പല സമയത്ത് തോന്നാറുണ്ട്, നമ്മുടെ എല്ലാവരുടെ അമ്മമാരെന്ന് പറയുന്നത് സ്ത്രീകളാണ്, റെസ്പെക്ട് ചെയ്യേണ്ട ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ സ്വന്തം എന്തിൽ വെച്ച് നോക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഞാനൊരു സ്ത്രീ ആയതിൽ. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള കസിൻസ് ആണെങ്കിലും അവർ പറഞ്ഞത് എന്തിനാ ഇങ്ങനെ ആയെന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട്, നീ ഇങ്ങനെ ഇതിൽ കംഫർട്ടബിൾ ആണോ? എനിക്ക് പേടിയാണ്, സീരിയസ്ലി എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം പേടിയുണ്ട്. സത്യമായിട്ടും നമ്മളൊരു സ്ഥലത്ത് ഒറ്റയ്ക്കായി പോകുമ്പോഴും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കാണുന്ന സമയത്ത് നമ്മൾ പലരെയും നമ്മൾ വിശ്വസിച്ച് നിന്നാൽ പോലും അവരുടെ ഭാഗത്തുനിന്ന് മോശമായ അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ നേരെ തിരിഞ്ഞ് ഹണി തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അടുത്തൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഒരു ആണായിട്ട് ജനിക്കാൻ തന്നെയാണ് എനിക്ക്. ആ പോയിന്റിലേക്ക് ഞാൻ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പല സ്ഥലത്തും ഒരു നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ വിശ്വസിച്ച ഒരാളുടെ അടുത്ത് നിൽക്കുമ്പോൾ പോലും നമ്മൾ ഈ ജെൻഡറിലായി പോയത് കൊണ്ട് നമുക്ക് മോശമായ അപ്രോച്ചുകൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കാനായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണ് തന്നെയാണ്. ഇപ്പോൾ ഗബ്രിയുടെയൊക്കെ ജെൻഡറിലാണെങ്കിലും ഇപ്പോൾ ടോം ബോയ്സ് എടുത്ത് നോക്കിയാലും പെൺകുട്ടി എത്രത്തോളം ചേഞ്ച് ആയെന്ന് പറഞ്ഞാലും അവരെ ട്രീറ്റ് ചെയ്യുന്നത്, അല്ല ഒരു ആൺകുട്ടികൾ ഒരു ഗ്യാങ്ങിലേക്ക് പോയി പെട്ടാലും അതിൽ എത്രയോ മോശമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവുമായിരിക്കും നമ്മൾ. അപ്പോൾ ഒരു പെൺകുട്ടി എത്രത്തോളം ഫ്രീഡം ഉണ്ട്. നമ്മളിപ്പോൾ പറയാറില്ലേ, ആൺകുട്ടികൾ രാത്രി ഇറങ്ങാതിരുന്നാൽ മതി, അല്ലെങ്കിൽ എത്ര നിയമ സാധ്യതകൾ ഉണ്ടായാലും നമ്മളെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്താലും ഈ സമൂഹത്തിലുള്ള ആളുകളിൽ ഒരാൾ മോശമായി ചിന്തിച്ചാൽ മതി, ആ പെൺകുട്ടിയുടെ ലൈഫ് അവിടെ സ്പോയിലാകും.
സീരിയസ്ലി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഏറ്റവും ഫ്രീഡമായി നടക്കാൻ പറ്റിയതും ഏറ്റവും കംഫർട്ടബിൾ ആയിരുന്നതും ആ മെയിൽ ജെൻഡർ ഇരുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഫെമിനിൻ ആയിരുന്നു, പക്ഷേ ഒരു ബീച്ചിലാണേലും ഒരു പാർക്കിലാണേലും ഒരു ബസ്സിലാണേലും ഞാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് മോശമായ അപ്രോച്ചുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്ന ആളുകൾ പോലും എന്നോട് മോശമായി പെരുമാറുന്നു. എനിക്ക് എൻ്റെ വീട്ടിൽ ഒരു സമയം കഴിഞ്ഞിട്ട് പേടിയാണ് ഇരിക്കാൻ. എൻ്റെ മമ്മി അല്ലെങ്കിൽ ഗബ്രി എന്നുള്ള സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ വീട്ടിലാണ് ഗബ്രി നിൽക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് വീട്ടിൽ പോകും. എന്നാലും എൻ്റെ വീട്ടിൽ ഞാനും ഗബ്രി, എൻ്റെ മമ്മിയും പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ മോനുമാണ് താമസിക്കുന്നത്. പിന്നെ വേറെ ആരുമില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ പേടിയാണ്. അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഇത്ര ചേഞ്ച് ആയ ഒരാളായിട്ട് പോലും എനിക്ക് ഇത്ര പേടി. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഗേൾസ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും, അവർ എത്രത്തോളം ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞു റിയൽ ആയിട്ടുള്ള ഗേൾസ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. റിയലും ട്രാൻസും തമ്മിൽ ഫിസിക്കലി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഫിസിക്കലി ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഈ ലോകത്തുള്ള ഒരു സ്ത്രീകളും ഒരു സ്ത്രീയെ പോലെ എല്ലാവരും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഈ കുട്ടികൾ, ഞാൻ ചോദിച്ചത് ജനറലി അങ്ങനെ ഒരു എല്ലാവരും വ്യക്തികൾ തമ്മിൽ ഡിഫറൻസുകൾ ഉണ്ടാകാം. ജെൻഡർ വൈസ് നിങ്ങൾ തമ്മിൽ, അതായത് ഒരു ലേഡിയും ഒറിജിനൽ ലേഡിയും ട്രാൻസ് തമ്മിൽ അബദ്ധം പറഞ്ഞു. അപ്പൊ നോർമൽ ആയിട്ടുള്ള രണ്ട് ലേഡീസ് തമ്മിൽ തന്നെ ഒരുപാട് ശാരീരികമായിട്ടുള്ള ഭാഗങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, അവരുടെ പാർട്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഉടനെ തന്നെ അവരുടെ പാർട്ട്ണറുമായിട്ട് ഫിസിക്കൽ ഉണ്ടായെന്ന് വെച്ചിട്ട് ആ വ്യക്തിയും ഉടനെ തന്നെ ആ പെൺകുട്ടി, ഇപ്പം നിങ്ങൾ ട്വിൻസ് ആണെന്ന് വെച്ചോ, ട്വിൻസ് ആയിരിക്കുന്ന പെൺകുട്ടി കല്യാണം കഴിച്ച ഉടനെ തന്നെ രണ്ടുപേരും ഒരേപോലെ പ്രഗ്നന്റ് ആവണമെന്നില്ല. അതേപോലെ തന്നെയല്ല, പക്ഷേ ട്രാൻസ് വുമൻസും തമ്മിലുള്ള ചിലപ്പോൾ നമ്മുടെ പാർട്സ് എല്ലാം നമ്മൾ സർജറി ചെയ്ത് അതേപോലെ ആക്കിയെന്ന് വെച്ചിട്ട് ഒരുപാട് ചേഞ്ച് ഡിഫറൻസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു പാർട്സ് എല്ലാം ഒരു ഒറിജിനൽ തന്നെയാണോ അതോ ആർട്ടിഫിഷ്യലി എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബോഡി പാർട്സ് ഒക്കെ നമ്മുടെ സ്കിന്ന് വെച്ചിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് പ്ലാസ്റ്റിക് സർജൻസ് വെച്ചിട്ട് നമ്മൾ അതിനുള്ള ക്വാളിഫൈഡ് ആയിട്ട് ഡോക്ടേഴ്സാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്. പക്ഷേ അതിനുള്ള ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് സെക്സ് ചെയ്ത ഫീലിങ്സ് ഉണ്ടാകാറുണ്ടോ? അപ്പോൾ അത് ഇന്നത്തെ കാലത്ത് ശരിക്കും ആണുങ്ങൾ പറയാറുണ്ട് സാറ്റിസ്ഫൈഡ് ഇല്ല എന്ന്. എനിക്ക് സെക്ഷൽ ലൈഫ് സാറ്റിസ്ഫൈഡ് ഇല്ല എന്ന് പറഞ്ഞ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, ട്രാൻസ് ഉണ്ട്. ഇത് ഓരോ മനുഷ്യനും ഡിപ്പെൻഡഡ് ആണ്. ഒരു മനുഷ്യൻ ഡിപ്പെൻഡഡ് ആണ്. ഇപ്പം എൻ്റെ ലൈഫിൽ എൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്താണ്, എൻ്റെ ഹാപ്പിനെസ് എന്താണെന്ന് ഞാനല്ലേ പറയേണ്ടത്. അതേപോലെ തന്നെ എൻ്റെ ശരീരത്തുള്ള ഭാഗങ്ങളിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ ഇപ്പം പല പെൺകുട്ടികളും ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പല സർജറീസും പെൺകുട്ടികൾ ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് വലിപ്പം കൂട്ടുന്നുണ്ട്. അതിപ്പോൾ ട്രാൻസിൻ്റെ സർജറി എന്തിനാണ് പെൺകുട്ടികൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ വെജേനയിലുള്ള ഡെപ്ത് കൂട്ടുന്നുണ്ട് പെൺകുട്ടികൾ. അങ്ങനെ പല കാര്യങ്ങളും പെൺകുട്ടികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിട്ടാണോ? അല്ല, ഇതെല്ലാം മനുഷ്യന് വേണ്ടി തന്നെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അപ്പൊ ആരും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഈ ലോകത്ത് ആരാണ് ബെറ്റർ പേഴ്സൺ, ആരാണ് ഏറ്റവും ഫൈനായിട്ട് ജീവിക്കുന്നത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ, ആരുടെ കൂടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ തന്നെ റിലേഷൻസ് പല ആണുങ്ങളുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പറയാൻ പറ്റില്ല ഈ പേഴ്സണാണ് എന്നെ ബെറ്റർ ആയിട്ട് ഇരുത്തിയെന്ന് പറയാൻ പറ്റില്ല. ഓരോ മനുഷ്യനും ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഓരോ ട്രാൻസ് ആണെങ്കിലും ഓരോ പെൺകുട്ടിയാണെങ്കിലും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ വീണ്ടും ഞാൻ ഹണിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരികയാണ്. പേഴ്സണൽ ലൈഫിൽ എനിക്ക് തോന്നുന്നു പഠനം ഒരു വക്കത്ത് വെച്ച് മുടങ്ങിയല്ലേ. വീണ്ടും ഇത്തരത്തിലുള്ള വളരെ ചലഞ്ചസ് നിറഞ്ഞ ഒരു ലൈഫിൽ സെക്ഷൽ കാരണങ്ങളാൽ ഒരുപാട് പേരുടെ കളിയാക്കൽ നേരിടേണ്ടി വന്നു. അപ്പോൾ അന്ന് ഹണി ഒരിടത്ത് പറയുകയുണ്ടായി, പഠനം മുടങ്ങിപ്പോയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപാട് താമസിച്ച്, അതായത് 10ാം ക്ലാസ്സും +2 ഒക്കെ പാസ്സാകാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസുകളുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് ചൂസ് ചെയ്തില്ല? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഇപ്പം കുട്ടി മാത്രമല്ല, എൻ്റെ സ്വന്തം ഫാമിലിയുള്ള അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ആളുകളും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പം എൻ്റെ പാർട്ട്ണർ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആക്ച്വലി ഞാൻ സ്കൂളിൽ നന്നായി പഠിച്ചിരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പക്ഷേ എനിക്കുണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായൊരു കാര്യമാണ് സ്കൂൾ ലൈഫിൽ നടന്നിരിക്കുന്നത്. അത് പല വ്യക്തികൾക്ക് സംഭവിക്കാം. പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്കിതൊന്നും ആരോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ ഷെയർ ചെയ്യുന്ന ഓരോ പേഴ്സൺസും എന്നെ അത് വെച്ചിട്ട് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ ചേച്ചിമാരും എൻ്റെ മമ്മിയും അല്ലാതെ വേറെ കസിൻസ് ആയിട്ടുള്ള ആണുങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള എൻ്റെ അച്ഛൻ്റെ ഫാമിലി അല്ല, മമ്മിയുടെ ഫാമിലി അങ്ങോട്ടായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ സപ്പോർട്ടിന് ആരും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരുപാട് നാൾ വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ബുക്സൊക്കെ കാണുമ്പോൾ എനിക്കത് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു
അന്ന് നടന്ന ആ സംഭവങ്ങളെക്കുറിച്ച് ഓർമ്മ വരുവാണ് എനിക്ക് സീരിയസ്. അപ്പോൾ എനിക്കൊന്ന് വായിച്ചു കണ്ടിന്യൂ എടുത്ത് ഒരു 10 മിനിറ്റ് ഒരു ബുക്സ് വായിച്ച് അതെൻ്റെ മനപ്പാടം ആക്കാനോ അല്ലെങ്കിൽ അത് ഓർത്തിരിക്കുവാനോ എനിക്ക് പറ്റുന്നില്ല. അപ്പം നമുക്ക് തന്നെ അതിൽ നിന്ന് ഞാൻ സ്കിപ്പായി പോയിക്കൊണ്ടിരിക്കും. ഒരു 5 മിനിറ്റ് ഒരു ബുക്ക് വായിക്കുമ്പോഴേക്കോ അല്ലെങ്കിൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഞാൻ തന്നെ പിന്നെ ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലേക്ക് മാറിപ്പോവാണ്. അപ്പോൾ എന്നെക്കൊണ്ടത് പറ്റുന്നില്ല. പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേക്കാളും നമ്മളെ കൊണ്ട് ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഒരേ കഴിവുകളായിരിക്കത്തില്ല. നമുക്ക് വേറെ കഴിവുകളുണ്ടാവും. ഇപ്പം ആ ഒരു കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഈ ചെറുത്തിലെ തന്നെ ഒരു ഗേളിഷ്നെസ് ഉണ്ടായിരുന്ന എയിൻ ഹണി ആരോഹി എന്ന് പറയുന്ന വ്യക്തി ആ ഒരു കാലഘട്ടത്തിൽ ഫിസിക്ക് ഒരു ജെൻസിൻ്റെതായിരുന്നു. തീർച്ചയായിട്ടും ഫിസിക്ക് ആസ് എ വോൾ ജെൻസിൻ്റെതായിരുന്നു. തീർച്ചയായിട്ടും ജനിക്കുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ് ഫിസിക്കലി ഞാൻ മെയിലായിരുന്നു. പക്ഷെ ബിഹേവിയർ എൻ്റെ ബിഹേവ് ചെയ്യുന്ന രീതികൾ ഇപ്പം ഞാൻ പറയില്ലേ, നമ്മൾ ഒരു ബുക്സ് എടുത്തിട്ട് വരുന്ന രീതിയിലാണെങ്കിലും നമ്മൾ ഡ്രസ് ചെയ്യുന്ന രീതിയാണെങ്കിലും നമ്മൾ ഭയങ്കര ഫെമിനിൻ ആയിരിക്കും. ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നതൊന്നും നമ്മൾ ആർട്ടിഫിഷ്യൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഞാൻ ഈ രൂപത്തിലിരുന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്ന രീതി, ഞാൻ ചിരിക്കുന്ന രീതികൾ, എൻ്റെ നടക്കുന്ന രീതികളെല്ലാം അന്നത്തെ രീതികൾ തന്നെയാണ്. ഇത് നമുക്ക് ഒരിക്കലും ഒരാൾക്ക് നമ്മളുടെ ഡെയിലി ലൈഫ് അഭിനയിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് നമുക്ക് ഇത്ര കൊല്ലം നമുക്ക് ഒരാൾക്ക് ഒരു കാര്യം കണ്ടിന്യൂ ചെയ്ത് അഭിനയിക്കാൻ പറ്റത്തില്ല. ഒരാൾക്ക് കുറച്ച് സ്റ്റേജിലാണ് ഇത് തിരിച്ചറിഞ്ഞത്. എനിക്കൊരു ഓർമ്മ വെച്ച സമയം തൊട്ട് ഞാൻ ഇങ്ങനെ ഗേളിഷ് ആയിട്ടൊരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് ആൺകുട്ടിയല്ല പെണ്ണാകണം എന്നുള്ളൊരു മൈൻഡ് തന്നെയായിരുന്നു അപ്പോഴും. അപ്പോൾ ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ പ്രകൃതി വിരുദ്ധ ബന്ധം ചെയ്തതുകൊണ്ടായിരിക്കും ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഹോമോസെക്ഷൽ ആയതുകൊണ്ട്. ഒരിക്കലും അല്ല. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ ഹോമോസെക്ഷൽ ചെയ്തത് കൊണ്ട് അങ്ങനെയൊന്നും അല്ല. എനിക്ക് ഈ ഒരു സ്കൂളിൽ അങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോൾ എനിക്ക് അതിനോട് വെറുപ്പായിരുന്നു. മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എൻ്റെ വീടിനടുത്തൊക്കെ ഒരുപാട് ഫെമിനിനായിട്ട് ചേട്ടന്മാർ കല്യാണം കഴിച്ച് ജീവിക്കുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം തന്നെ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നടക്കുന്നൊരു കോൺട്രിബ്യൂസി ഉണ്ട്. ഒരു ഫെമിനിൻ ആയിട്ടുള്ള ഒരാൾ, പേര് പറയുന്നില്ല, അയാളുടെ അടുത്ത് ട്രാൻസ് ആയിട്ടുള്ള ആളുകൾ പോയിട്ട് നിങ്ങൾ നല്ല ഫെമിനിൻ അല്ലേ, നിങ്ങൾ എന്തിനാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം കളയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അയാളും ഇപ്പോൾ ട്രാൻസിനെതിരെ തിരിഞ്ഞിട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഫെമിനിനായിട്ടിരിക്കുന്ന ആളുകൾക്കും ഇങ്ങനെ പെണ്ണാകണമെന്ന് ആഗ്രഹം ഉണ്ടാകില്ല. മനസ്സിലാവുന്നുണ്ടോ? ഫെമിനിനായി ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫെമിനായി നടക്കുന്നു എന്ന് വെച്ചിട്ട് എനിക്ക് എന്നെ വേണ്ട ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ അതേ പേര് പറഞ്ഞിട്ട് ഇനി അടുത്ത ഇഷ്യൂസ് വരണ്ട എന്ന് ഓർത്തിട്ട വെറുതെ വഴി കിടക്കുന്ന വയ്യാവിലെടുത്ത് നമ്മൾ തലവെക്കെന്ന് പറയില്ലേ, ചുമ്മാ പ്രോബ്ലംസ്. ഇങ്ങനെയുള്ള വിവാദങ്ങളെ കോൺട്രവേഴ്സികളെ ഒക്കെ പേടിക്കുന്ന ആളാണോ? അല്ലല്ല, നമ്മൾക്ക് ആവശ്യമില്ലാത്ത കോൺട്രിബ്യൂസിയിൽ പോയി തലയിടേണ്ട ആവശ്യമില്ല. കാരണം എൻ്റെ നേരെ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത് സീരിയസ്ലി. അല്ലാതെ ഇപ്പോൾ വേറൊരാൾക്ക് നടക്കുന്ന ഒരു കാര്യത്തിനകത്ത് ചുമ്മാ പോയി തലയിട്ട് നമ്മൾ അതിനകത്ത് ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്നാനുമായിട്ട് ഞാൻ ഒരിക്കലും ആ വ്യക്തിയല്ല, ഒരു വ്യക്തിയോടും പോയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾ ഫെമിനിൻ ആണല്ലോ, അല്ല നിങ്ങൾ ഗേളിഷ് ആണല്ലോ, നിങ്ങൾ ബോയിയുടെ ലുക്കാണല്ലോ, നിങ്ങൾ പെൺകുട്ടിയല്ല നിങ്ങൾ ആൺകുട്ടിയാകുന്ന പറഞ്ഞ് ഞാൻ ഉപദേശിക്കാറില്ല. കാരണം അത് തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരാൾക്ക് സെൽഫായി തോന്നിയിട്ട് അയാൾ ആദ്യം തന്നെ സ്വന്തം ഫാമിലി സംസാരിച്ച് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ഡോക്ടേഴ്സിനെ കണ്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് വേണം ജെൻഡർ ഡിക്ലെയർ ചെയ്യേണ്ടത്. അല്ല നമ്മുടെ ജെൻഡർ എന്താണെന്ന് തീരുമാനിക്കേണ്ടത്. അല്ലാതെ നമ്മളൊരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു കൂട്ടം ഓഫ് ആളുകൾ വന്ന് ഉപദേശിച്ചിട്ട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. അങ്ങനെ കുറെ ഗ്യാങ് ആയിട്ടുള്ള ആളുകൾ ഇതിന് ഉപദേശിക്കാൻ നടക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ്. ഞാൻ അതിനൊക്കെ എതിരായിട്ടുള്ള ഒരാളുടെ സെൽഫ് ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്ട് ചെയ്യുന്ന തീർച്ചയായിട്ടും അതൊക്കെ എന്നോട് പറയാൻ പാടില്ല. അങ്ങനെ വീണ്ടും നമ്മുടെ ഗുരുവായൂർ ഇഷ്യൂ, അതും ഒരുപാട് കേട്ട് പഴകിയ ഒരു ഇഷ്യൂ ആയിരിക്കും അല്ലേ. സ്റ്റെല്ല ആദ്യമായിട്ട് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞു. പക്ഷെ അതില് ആരോഹ്യല്ല, മീൻസ് ഹണി ആരോഹ്യല്ല ആദ്യമായിട്ട് അതിൽ പ്രതികരിച്ചത്. താങ്കളുടെ ട്രാൻസ് മദർ എന്ന് അറിയപ്പെടുന്ന രഞ്ജി. ഓക്കെ, അപ്പം പുള്ളിക്കാരി അത് പ്രതികരിച്ചപ്പോൾ ഹണിക്ക് റിയാക്ട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ഹണി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹണി ഇതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ആ ഒരു പൊസിഷൻ ആഗ്രഹിച്ച് നടക്കുന്ന കൂട്ടത്തിലല്ല എന്ന്. പക്ഷെ എന്നിട്ടും ഹണി റിയാക്ട് ചെയ്തു. അത് ഒരു അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിരുന്നു. ആക്ച്വലി അറ്റൻഷൻ സീക്കിംഗ് അല്ല. ഇപ്പോൾ അതിനകത്ത് കമൻറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് നല്ല കാര്യം അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിരുന്ന. അപ്പോൾ അമ്മ ഇതിങ്ങനെ കേട്ടിട്ട് അമ്മയുടെ അടുത്തും കുറേ പേര് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അമ്മ ഒരു കമൻറ്റ് ഇട്ടു. അപ്പോൾ കമൻറ്റ് ഇട്ടതിന് ശേഷം അതിനകത്ത് കുറേ പേര് അമ്മയുടെ കമൻറ്റിന് ഒരുപാട് പേര് ലൈക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ അടി വന്ന് കുറേ പേര് കമൻറ്റ് ചെയ്തു, എന്നെ മാരേജ് ചെയ്തിരുന്ന ആൾ ഇത് എന്നെ മറച്ചു വെച്ചിട്ട് മാരേജ് ചെയ്തതാണ്, ഒളിച്ചു വെച്ചാൽ ഞങ്ങൾ ജീവിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റ് ചെയ്തു. അതിനുശേഷം ബോഡി ഷേമിങ് ആയിരുന്നു അതിനകത്ത് ഫുള്ള്. എന്ന് പറഞ്ഞാൽ എന്നെ ബോഡി ഷേമിങ് ചെയ്യുന്നു, ഞാൻ
ട്രാൻസിൽ നിന്ന് മാറി താമസിക്കുവാണ്, എനിക്ക് ട്രാൻസിനൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് അവരാ എല്ലാം അന്ന് അല്ലെങ്കിൽ 2 ദിവസം മുമ്പുള്ള ഉണ്ടാക്കിയ ഫേക്ക് അക്കൗണ്ട്സ് ആണ് ഇതെല്ലാം. അപ്പോൾ എനിക്ക് തന്നെ തോന്നി നമ്മൾ പ്രതികരിക്കണം. കാരണം നമ്മളെ പറ്റിയിട്ട് ഒരാൾ മോശമായ ഒരു കാര്യം തെറ്റായ ഒരു ആർഗ്യുമെന്റ്സ് നടത്തുമ്പോൾ നമ്മളത് പ്രതികരിക്കണം. അത് പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ കാണുന്ന 10 പേര് സത്യമാണെന്ന് വിചാരിക്കില്ലേ? അങ്ങനെയാണ് പ്രതികരിച്ചത്. പ്രതികരിച്ച് കഴിയുമ്പോൾ ഞാനിടുന്ന കമന്റ്സ് എല്ലാം ഡിലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പിന്നെ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു മറുപടി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആ ചാനൽസുകാർ വിളിച്ചു, അതിന് റിപ്ലൈ കൊടുത്തു. അങ്ങനെയായിരുന്നു. അല്ലാതെ നമുക്ക് ആക്ച്വലി എനിക്ക് ലൈവ് ഒന്നും എനിക്ക് ലൈവ് പോകാൻ പറ്റില്ല. ഞാനിങ്ങനെ മറുപടി കൊടുത്ത് എനിക്ക് ലൈവ് കുറച്ച് നാളത്തേക്ക് ബ്ലോക്കായി കിടക്കുക. ആക്ച്വലി എനിക്ക് അങ്ങനെ ഒരാളുടെ അക്കൗണ്ടിൽ പോയിട്ട് എനിക്ക് പറയണ്ട. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ കൊടുത്താൽ തന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇന്നത്തെ കാലത്ത് ഉണ്ട്. ആക്ച്വലി എല്ലാ മനുഷ്യന്മാർക്കും എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ സംസാരിക്കാനുള്ള റൈറ്റ്സ് ഈ ലോകത്തുണ്ട്. പറയുക, നമുക്ക് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ ആ സമയത്ത് പ്രതികരിക്കുക. 10 ദിവസമോ 15 ദിവസം കഴിഞ്ഞിട്ടല്ല, ആ സ്പോട്ടിൽ പ്രതികരിക്കുക. എല്ലാത്തിൻ്റെ എവിഡൻസ് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ എവിഡൻസ് ഉണ്ടെന്ന് പറയാൻ കാണിക്കുന്ന എവിഡൻസ് ഉണ്ടായിരിക്കണം. അല്ലാതെ എല്ലാം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇതുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ പേര് കേസാവും ലാസ്റ്റ്, അല്ലേ? അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ സൗഹൃദത്തിലേക്ക് വരികയാണ്. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞങ്ങൾ ആക്ച്വലി എന്താണ് ഗബ്രി കുറേ എനിക്ക് തോന്നുന്നു ഗബ്രിയുമായിട്ട് എനിക്ക് 13 വർഷത്തെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. സത്യത്തിൽ ഗബ്രി 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് FBയിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത്. അപ്പൊ അന്ന് തൊട്ടേ ഗബ്രി എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇങ്ങനെ ഗബ്രിക്ക് എപ്പോഴും സർജറീസിനെ പറ്റി മാത്രമാണ് ഡൗട്ട്സും. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കും ഇങ്ങനെ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് എനിക്ക് അറിയില്ല ട്രാൻസ്മെൻസിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല. ഇങ്ങനെ ട്രാൻസ്മെൻസ് ഉണ്ട്, ഞാൻ ചേഞ്ച് ആയി തന്നെ ഉള്ളൂ, എനിക്കും അറിയത്തില്ല. ഞാനിങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും, ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ ഇങ്ങനെ ഇവനാണ് ചെറിയത്, ഞാൻ മൂത്തതാ. ഞാനാണ് അതിനേക്കാൾ മൂത്തത്. അപ്പം ഞാൻ ഇവനോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, എടാ ഇങ്ങനെ സർജറി ഒക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. കാരണം നമ്മളൊരാൾ പറയാൻ അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഈസിയാണ് സർജറീസൊക്കെ, നിങ്ങൾക്ക് ഇത്തിരി അറിയാൻ പാടില്ല എന്നൊക്കെ പറയാൻ. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ട്രാൻസ്മെൻസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളായിരുന്നു. പിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ വിഹാൻ ചേട്ടനെ കണ്ടു, അതിന് ശേഷമാണ് ഞാൻ ഇവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ വേണ്ടു. അപ്പോൾ ഇവന് ഭയങ്കര ഇവന് ഭയങ്കര വിഷമമായിരുന്നു, ഇവനിങ്ങനെ തന്നെ ജീവിച്ച് പോയേണ്ടി വരുമോ, അങ്ങനത്തെ ഒരു കുറവാണല്ലോ അല്ലേ പൊതുവെ. ട്രാൻസ്മെൻസ് ഉണ്ട്, പക്ഷെ അധികം വിസിബിൾ അല്ല ഇവര്. ഹണി പറയുന്നുണ്ടല്ലോ ഈ കാര്യം തന്നെ എനിക്ക് പറയാലോ. ഇപ്പം എൻ്റെ ഫാമിലി അങ്ങനെ റിയാക്ട് ചെയ്യുമെന്നായിരുന്നു ഞാൻ ആദ്യം ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഓപ്പണായിട്ട് ഒരു ദിവസം എൻ്റെ അച്ഛനെയും അമ്മയും വിളിച്ചിരുത്തി ഞാൻ അവരോട് ഓപ്പണായിട്ട് കാര്യം പറഞ്ഞു. എനിക്ക് അച്ഛൻ, അമ്മയുടെ അമ്മ, പിന്നെ ചേട്ടൻ കാനഡയിലാണ്. അപ്പോൾ ആളായിരുന്നു ഇപ്പോഴും എതിർത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ആൾ ഓക്കെ ആയി, പ്രശ്നമില്ല, ഇപ്പോൾ സംസാരിക്കും. അപ്പം ഞാൻ എൻ്റെ അച്ഛനമ്മയെ വിളിച്ചിരുത്തി സംസാരിച്ച സമയത്ത് അച്ഛനാണ് ഏറ്റവും കൂടുതൽ എതിർത്തത്. ആള് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, നീ ഇങ്ങനെ നടക്കണമെങ്കിൽ നടന്നു, പക്ഷേ ട്രീറ്റ്മെൻറ്റ്. അച്ഛൻ ബിസിനസ്സാണ്. ഓക്കെ. അപ്പം എൻ്റെ അമ്മ ഹൗസ് വൈഫ്, അച്ഛൻ്റെ ബാറാണ് ബിസിനസ്. ഓക്കെ. അപ്പം എൻ്റെ അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ അച്ഛനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം ആളുടെ പെറ്റായിരുന്നു ഞാൻ, ഞങ്ങൾ തമ്മിൽ എടാപോടാ ബന്ധമാണ്. ഇപ്പോഴും എന്നോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ്. കാരണം ഞങ്ങൾ എടാപോടാ ബന്ധമാണ്. ഞാൻ ഇപ്പം മിണ്ടും. ഞാൻ എൻ്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരാൻ കുറേ സ്ട്രഗിൾ ചെയ്തു. കുറേ കേസും കാര്യങ്ങളും ലീഗലിയാണ് എൻ്റെ ഫാമിലി മൂവ് ചെയ്തത്. കാരണം എൻ്റെ അപ്പൻ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാളാണ്. പേറ്റുവരമ്പലത്തിലെ ഉപദേശ സമിതിയുടെ സെക്രട്ടറി ആയിരുന്നു നേരത്തെ, പേര് KN ശ്രീകുമാർ. അപ്പം ഞാനിതിപ്പോൾ ഇവിടെ പറയാൻ കാരണമെന്ന് വെച്ചാൽ, ഞാൻ ഇന്നപോലെ ഇതിനു മുമ്പ് ഒരു ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എൻ്റെ അച്ഛനോട് കുറച്ച് പേര് പറഞ്ഞിരുന്നു, അച്ഛൻ്റെ പേര് പറഞ്ഞില്ലല്ലോ ഭാഗ്യം എന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ റിവീൽ ചെയ്യുന്നത്. കാരണം കാരണം അപ്പം പുള്ളി ഇപ്പം ആദ്യമായിട്ടാണ്. കാരണം നൗ ഹീസ് പ്രൗഡ് ഓഫ് മീ. കാരണം ആളിപ്പോൾ എല്ലായിടത്തും കൊണ്ടുവരുന്ന എൻ്റെ ഇളയ മോനാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ അച്ഛനില്ലാത്തൊരു പ്രശ്നം ബാക്കിയുള്ളവർക്ക് വേണ്ട. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയാണ് അങ്ങനെ ഒരു സംസാരം ഉണ്ടായത്. അപ്പം എൻ്റെ അച്ഛനില്ലാത്തൊരു പ്രശ്നം ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ വി ആർ വെരി പ്രൗഡ്. കാരണം ഒരു ഇന്റർവ്യൂവിലും മിണ്ടാണ്ടിരുന്ന ഒരാള് തൻ്റെ ഇടത്തോടെ സ്വന്തം അച്ഛന്റെ പേര് വരെ നമ്മുടെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ അച്ഛന് ഇപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ ഹണിയുടെ അടുത്തേക്ക് എൻ്റെ ഐഡൻറ്റി റിവീൽ ചെയ്ത് പുറത്തേക്ക് വരാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. ഞാൻ സെറ്റ് ലിബർട്ടി വാങ്ങി വീട്ടുകാരുമായിട്ടായിരുന്നു കേസ് നടന്നിരുന്നത്. ഓപ്പോസിറ്റ് എൻ്റെ അച്ഛൻ, ഓപ്പോസിറ്റ് ഞാൻ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനോട് എങ്ങനെയായിരുന്നു ആ ഒരു സമയത്തെ മാനസിക, എനിക്ക് എൻ്റെ അച്ഛനോട് അങ്ങനെ കോടതി വഴി മൂവ് ചെയ്യേണ്ടി വരുന്നതിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ 18 വയസ്സ് കഴിയുമ്പോൾ എന്നെ കെട്ടിച്ച് വിടുമെന്നായിരുന്നു. കാരണം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ താല്പര്യമില്ല. കാരണം എനിക്ക് ഒരിക്കലും ആ ഒരു ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. ഞാൻ ബയോളജിക്കലി ഒരു ഫീമെയിൽ ആയിരുന്നെങ്കിലും എൻ്റെ ഫിസിക്കലി എൻ്റെ മെൻ്റലി ഞാൻ ഒരു മെയിലായിരുന്നു. അപ്പോൾ എനിക്കൊരിക്കലും വേറൊരു മെയിലുമായിട്ടുള്ള ഒരു ലൈഫ് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അല്ല, എന്നെ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. കാരണം എനിക്ക് എൻ്റെ മുടി വെട്ടിയ സമയത്തും എൻ്റെ ഫാമിലിയിൽ എൻ്റെ അച്ഛനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നാട്ടുകാർ. കാരണം എനിക്ക് ഇത്ര ഹെയർ ഉണ്ടായിരുന്നു. മുടി വെട്ടിയ സമയത്ത് എന്തിനാണ് മുടി വെട്ടിയത് എന്ന് അച്ഛനാണ് വഷളാക്കുന്നതെന്ന് പറഞ്ഞിട്ടായിരുന്നു സംസാരം. ആ മുടി ഉള്ള സമയത്തെ ആ ഒരു ഫീമെയിൽ ഗബ്രിയലിനെ ഒന്ന് കാണാൻ പറ്റുമോ? യെസ്, ഭയങ്കര ഹെയർ ആയിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു അല്ലേ? റിയൽ ലേഡി ആയിരുന്നു. ഓക്കെ, അതിനുശേഷം ഇതിലേക്ക് വന്നപ്പോൾ ലുക്ക് ബേസ് ചെയ്യാനും ലേഡി ആണെങ്കിലും മെന്റലി ഞാൻ ഒരു മെയിൽ തന്നെയായിരുന്നു. എൻ്റെ നടപ്പും രീതിയും പെരുമാറ്റവും എല്ലാം സംസാരവും എല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പേഴ്സണലി ഇപ്പം എൻ്റെ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ അനിയത്തെ വീട്ടുകാരെന്താ ആണായിട്ടാണോ വളർത്തുന്നതെന്ന്. അപ്പോൾ അവനത് ദേഷ്യം വന്നിട്ട് അവൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ, എൻ്റെ കൊച്ചെൻ്റെ കൊച്ചിനും ചേട്ടനും നമ്മൾ തമ്മിൽ എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നു? 3 വയസ്സ്. 3 വയസ്സ്. അപ്പം ഇന്ന പോലെ ചേട്ടൻ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അച്ഛൻ പറഞ്ഞു, എൻ്റെ കൊച്ചി അതിന് ഇഷ്ടമുള്ള പോലെ നടക്കും, പിന്നെ അവർക്ക് എന്താ പ്രശ്നം, ഞാനല്ലേ നോക്കുന്നത് എന്നാണ് എൻ്റെ അച്ഛനപ്പം സംശയം. അപ്പോൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തി ആരെന്ത് പറഞ്ഞാലും അതൊന്നും കാര്യമാക്കേണ്ടത് എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറഞ്ഞൊരു വ്യക്തി ഐഡൻറ്റി റിവീൽ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. അതിലൊന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ആളുടെ പെറ്റായിരുന്നു. അപ്പോൾ ബയോളജിക്കലി ഫീമെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തി സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളായിരുന്നു എൻ്റെ അച്ഛൻ ആദ്യം ചിന്തിച്ചത്. അപ്പം എനിക്ക് 18 വയസ്സായ സമയത്ത് റിവീൽ ചെയ്തതാണ് ഐഡൻറ്റി. ഞാൻ എൻ്റെ ഒരു 21 വയസ്സോട് കൂടിയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഒരു 3 ഇയേഴ്സ് ഞാൻ സ്ട്രഗിൾ ചെയ്തു വീട്ടിൽ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. മിസ്സിങ് കേസ് കൊടുക്കുക, കോർട്ടിൽ ഹാജരാ. അപ്പം 7 or 8 ടൈമിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ ഇങ്ങനെ മജിസ്ട്രേറ്റിന് ഹാജരായപ്പോൾ ആ മജിസ്ട്രേറ്റ് തന്നെ പറഞ്ഞു, ഈ കുട്ടി എത്രാമത്തെ പ്രാവശ്യമാണ് എന്നെ മുന്നിൽ ഹാജരാക്കുന്നത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നത് നിങ്ങൾക്കില്ലെങ്കിലും അതെ, കാരണം ഈ കുട്ടി മാറില്ല. കാരണം ഞാൻ ആദ്യമേ മിസ്സിംഗ് കേസ് വന്ന സമയത്ത് എന്നെ മഹിളാ മന്ദിരത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ എന്നെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 4 പ്രശസ്തരായ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നായിരുന്നു. അപ്പോൾ കൗൺസിൽ ചെയ്തപ്പോൾ അവരെല്ലാം പറഞ്ഞു, ഈ കുട്ടിയുടെ മൈൻഡ് മസ്കുലിനാണ്, അതിനെ ആ കുട്ടിയുടെ ഇഷ്ടത്തിന് വിടുക. അപ്പോൾ ഇവരെല്ലാം വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരിക. അത് വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അച്ഛനെ എനിക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്ന് എഴുതിയിട്ടായിരുന്നു ഞാനിതേപോലെ. പക്ഷേ ഞാൻ എന്നാലും വിട്ടുകൊടുക്കാതെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. കോർട്ടിലാണെങ്കിലും കൂടുതലും ഞാൻ എനിക്ക് വേണ്ടി ഞാനാണ് സംസാരിച്ചത്. കാരണം അതിനുശേഷം അപ്പം അവിടെ നിൽക്കുന്ന അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, ഇത്രയും തൻ്റെ ഇടമുള്ള ആൾ എന്തുകൊണ്ട് ഇന്റർവ്യൂസിനും കാര്യങ്ങളൊന്നും മിണ്ടുന്നില്ല? ഹണി ഇത്രയും സംസാരിക്കുന്നതുകൊണ്ടാണ്? അല്ല, അങ്ങനെയല്ല. ഇപ്പം ഹണി സംസാരിക്കാന്ന് പറയുമ്പോൾ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി സംസാരിക്കില്ല. ഞാൻ എന്നോട് സംസാരിക്കുന്ന ടൈമിൽ ഞാൻ സംസാരിക്കും. ഓക്കെ, ഫൈൻ, നല്ല ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ വീണ്ടും ഞാൻ ഹണിയിലേക്ക് വരികയാണ്. ഹണി എന്നുള്ള ഒരാൾ 2-3 വർഷം മുന്നേ ഏറെ പ്രശസ്തയായ, ഏറെ വൈറലായ ഒരു സംഭവമായിരുന്നു ന്യൂഡ് ഫോട്ടോഷൂട്ട് എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നിൽക്കുന്ന ഒരു ജെൻഡർ എന്ന് പറയുന്നത് ഫെമിനൈൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ജെൻഡറിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട്, സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്നത്, സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച ഹണി എന്ന് പറയും. അത് ഇയാളല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ടത്. ആക്ച്വലി അത് എൻ്റെ ശരീരമാണ് ഞാൻ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചെന്ന് വെച്ചിട്ട് അത് ഞാൻ എങ്ങനെയാണ് സ്ത്രീത്വത്തെ വിറ്റ് കാശ് മേടിക്കുന്നതാകുന്നത്? ആക്ച്വലി ഞാൻ അവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ ഹണി, ഇപ്പോൾ എന്താ പറയുന്നത്, ജീവിക്കാനും അല്ലെങ്കിൽ എത്രയോ ഫോട്ടോഷൂട്ടുകൾ, എത്രയോ മോഡലിംഗ് നടക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് താങ്കൾ ന്യൂഡ് ഫോട്ടോഷൂട്ടിനെ സപ്പോർട്ട് ചെയ്തു എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ ന്യൂഡ് ഫോട്ടോഷൂട്ട് മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഞാൻ ഒരുപാട് ഷൂട്ടുകൾ ചെയ്തിട്ടുണ്ട്, അല്ലാതെ വീഡിയോസും ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞാൻ മാത്രമല്ല ന്യൂഡ് ഫോട്ടോഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരാൾ, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണോ? സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള എന്തോരം കാര്യങ്ങൾ നടന്നിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഇയാളിപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്നോടാണ് ചോദ്യം ആയതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ബാധ്യതയാണ്. അപ്പോൾ ഞാൻ പറയുവാണ്, ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ശരീരത്തെയാണ്. അത് എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണോ ഹണി? അല്ലല്ല, ഫിനാൻഷ്യൽ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇയാൾ കൊണ്ടു തരത്തൊന്നും ഇല്ലല്ലോ. കൊണ്ടുതരുമോ?
ഇങ്ങനെ അതല്ല, അതിപ്പം അതേപോലെ ഞങ്ങൾക്ക് ആർക്കും എല്ലാരും കൊണ്ടുതന്നിട്ടല്ല, നമ്മള് മാന്യമായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ മാന്യമായിട്ടുള്ള മോഡലിംഗ് ആണ്. അതിനുശേഷം ഞാൻ റോഡിൽ തുണിയിലാണ് നടന്നത്, നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ടോ? റോഡിലാരും തുണിയിലാണ് നടക്കുന്നത്. അതൊരു ഫോട്ടോഷൂട്ടാണ് കുട്ടി, അതൊരു ഫോട്ടോഷൂട്ട് തന്നെയാണ്. ആ ഫോട്ടോഷൂട്ടിന് എന്നോട് പറഞ്ഞു, അതൊരു ഫേമസ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അതേപോലെ തന്നെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള 2-3 പേര് അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതേ ഫോട്ടോഗ്രാഫർ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ? ഓക്കെ. ചോദ്യം ചോദിച്ചല്ലോ, എന്തോ ഇത്ര ചോദ്യം ചോദിച്ചു, ഇന്നത് കംപ്ലീറ്റ് ചെയ്യാൻ സമയം തരുമല്ലോ. അപ്പൊ ഇത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തതിന് സംസാരിക്കും, ഞാൻ സമയം തരാം. അത്രയും കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാനൊരു സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടില്ല. എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഞാൻ നിൽക്കുന്നത് ന്യൂഡായിട്ടാണെന്ന്. അത് എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നിട്ട് തന്നെയാണ് നമ്മുടെ ബോഡി ഇങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കും, ഇത്രത്തോളം നമ്മൾ ഡയറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്ത് ഇതിനു മുന്നേ ആളുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രത്തോളം നമ്മുടെ പബ്ലിക്കിനെ നെഗറ്റീവ് ബാധിക്കുമെന്നും പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ വരുമെന്നുള്ള നമുക്ക് നല്ലോണം അറിയാം. അതിനെ ഫേസ് ചെയ്യാൻ തന്നെയാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ വ്യക്തിപരമായ കാര്യം. പക്ഷേ എനിക്കിങ്ങനെ ഉണ്ടായ സമയത്ത് ഒരുപാട് ആളുകൾ എന്നെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോരുത്തരുടെ ആവശ്യം എന്ന് പറയും. പക്ഷേ എനിക്കൊരു വന്ന സമയത്ത് എനിക്ക് ശീതൽ മമ്മയാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം എന്നോട് ചോദിച്ചത്. ഞാൻ ആദ്യം തന്നെ എനിക്കതിന് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ ശരിയാണ്, നമ്മളുടെ അടുത്ത് എല്ലാവരുടെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ ഒറിജിനൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇത് ചോദിച്ചാലും ഒറിജിനലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. കംപ്ലീറ്റ് ചെയ്യാൻ സമയം തരൂ. എന്റെ സംശയങ്ങൾ ഞാൻ ഇടയ്ക്ക് ചോദിക്കുന്നത്. നിങ്ങൾ സംശയങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഞാൻ പറയാം. അല്ല, നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അതിലുണ്ടാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ, നമ്മൾ ഒരു ചോദ്യം ചോദിച്ചാൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ സമയമുണ്ടോ? ഇല്ല. അപ്പൊ ഇയാള് ഓവർ സ്മാർട്ട് ആകല്ലേ? ഞാൻ പറഞ്ഞിട്ട് താൻ സംസാരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം ചോദിച്ചാൽ അത് പറഞ്ഞു വരുമ്പോഴേക്കും അടുത്ത ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന. താങ്കൾ പറഞ്ഞ സ്ത്രീത്വത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞു. ഒരിക്കലും അല്ല. ഞാൻ അവിടെ പ്രദർശിപ്പിക്കുന്ന എൻ്റെ ബോഡിയാണ്. എൻ്റെ ബോഡി പ്രദർശിപ്പിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. അത് ഒരാൾക്കും അതിനുള്ള പ്രദർശിപ്പിക്കണോ, ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നു, അതൊക്കെ എൻ്റെ തീരുമാനമാണ്. ഞാൻ ചിലപ്പോൾ ഇത് ഇത്തിരി ഇറക്കിയിടും, അല്ലെങ്കിൽ കയറ്റിയിടും, അല്ലെങ്കിൽ എനിക്ക് മുടി അഴിച്ചിടും, കെട്ടിയിടും, തുണി ഇല്ലാതെ അടക്കം ഇടുക, അതൊക്കെ എൻ്റെ റൈറ്റ്സാണ്. അത് ഒരു സ്ത്രീയെയും ബാധിക്കില്ല, താങ്കളെയും ബാധിക്കില്ല, എന്നെയും ബാധിക്കില്ല, അത് ഒരാളെയും ബാധിക്കില്ല. ഞാൻ കാണിക്കുന്ന കാര്യങ്ങൾ എന്നെ മാത്രമേ ബാധിക്കത്തുള്ളൂ. ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്, ഞാൻ ഒരു സ്ത്രീകൾക്കും കൊണ്ട് കൊടുത്തിട്ടില്ല. അതേപോലെ അവിടെ കാണിച്ചിരിക്കുന്നത് ട്രാൻസ് വുമൺ ആയിട്ടുള്ള എൻ്റെ ബോഡിയാണ്. അത് ഒരാളെയും ബാധിക്കുന്നില്ല. അവിടെ ഞാൻ പൈസ മേടിച്ചിട്ടുണ്ട്, എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ പൈസ മേടിക്കും. ആ പൈസ വെച്ച് ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. അതും ആർക്കും കൊണ്ട് കൊടുത്തിട്ടൊന്നുമില്ല, ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കോൺഫിഡൻ്റ് ആണ് അത്. ഇപ്പം നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ട് ഇവിടെ വന്നിരിപ്പുണ്ടോ? നിങ്ങളുടെ കോൺഫിഡൻ്റ് ആണോ? അതേ ഞാൻ വന്ന് അതുപോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇതേ ആളുകൾ ചോദിക്കും, ഇത്രയും വലിയൊരു ചാനലിൽ വന്നിട്ട് ഇയാൾ വന്ന് ഇരിക്കണുണ്ടോ, ഇവൾ എന്താണെന്ന് ചോദിക്കും. സീരിയസ്ലി, അതാണ് സമൂഹം. ഈ സമൂഹത്തിനെ എല്ലാം എനിക്ക് ബോധിപ്പിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഇതെൻ്റെ ലൈഫാണ്, എനിക്ക് ഇഷ്ടമുള്ളത് ജീവിക്കാൻ പറ്റുള്ളൂ. ഞാനിരുന്നത് തുണിയില്ല, എന്റെ തുണി. അതാ പറഞ്ഞു. എന്താണ് ഷൂട്ടിന്റെ മുമ്പേ പറഞ്ഞ നൂഡ് എന്നാണല്ലോ. നൂഡ് ഫോട്ടോഷൂട്ടിന് നൂഡായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പോപ്പിക്കൂടെയും പിടിച്ചിട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നൂഡ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ നൂഡായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു ബിക്കിനി ഷൂട്ട് എന്ന് പറഞ്ഞ് വിളിച്ചാൽ ബിക്കിനി ഇട്ട് നിൽക്കേണ്ടി വരും അവിടെ. അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ട്രഡീഷണലി അതിനാണ് നമ്മൾ അവിടെ നമ്മൾ ഓൾറെഡി നമ്മളെ വിളിച്ചിട്ട് നമ്മൾ അവിടെ ഒപ്പിടിച്ചിട്ട് കയറ്റുന്നത്. അല്ലാതെ ഞാനവിടെ ന്യൂഡ് ഷൂട്ടിങ് ചെയ്യുന്നിട്ട് എനിക്ക് പറ്റത്തില്ല, എനിക്കൊരു ബിക്കിനിയെങ്കിലും ഇടണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. അവിടെ എല്ലാവരും ഫാമിലിയുള്ള ആളുകൾ തന്നെയാണ്. പിന്നെ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് എങ്ങനെയാണ്? ഞാനൊരു ട്രാൻസ്വുമണാണ്. ഒരു ട്രാൻസ്വുമണായിട്ടുള്ള എന്നെ അപമാനിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കും. അത് എൻ്റെ റൈറ്റ്സ് ആണ്. അത് ഒരാൾക്കും അത് ഇപ്പോൾ കുട്ടി വന്നിരിക്കുന്നത് എല്ലാ സ്ത്രീകളും അപമാനിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പറ. എന്റെ മമ്മിയൊന്നും ഇങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കണേ. അപ്പൊ ഈ നൂഡ് ഷൂട്ടൊക്കെ ഇത് നിങ്ങൾ ലോകം കാണാത്തതിന്റെ കുഴപ്പമില്ല. നിങ്ങൾ ലോകം കാണാത്തതിന്റെ കുഴപ്പമില്ല. എന്തോരം പെണ്ണുങ്ങൾ നൂഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാത്തതിന്റെ മിസ്റ്റേക്ക് അല്ല, കുട്ടി അത് ഞാനത് ഇഷ്ടംപോലെ കണ്ടിട്ടുമുണ്ട്. എത്രയോ ഫോട്ടോഷൂട്ട് ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുമുണ്ട്. ഞാൻ നിങ്ങളുടെ ക്യാമറാമാൻ, അതായത് നിങ്ങൾ ഈ പറഞ്ഞ പ്രശസ്തനായ ഫോട്ടോഗ്രാഫറിന്റെ വ്ളോഗ് അദ്ദേഹത്തിന്റെ ചാനൽ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ചാനലിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ഷൂട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ആൾക്ക് സന്തോഷം തോന്നൂലേ? പിന്നെ ഒബ്വിയസ്ലി തോന്നും. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇതാണ്, പിന്നെ അങ്ങനെ ഒരു ഫിഗർ കാണുമ്പോൾ ആർക്കായാലും സന്തോഷം തോന്നും. അല്ലാതെ അയാൾക്ക് സന്തോഷമില്ലാത്തൊരു ഫിഗർ കൊണ്ട് നിർത്താൻ പറ്റുമോ? അയാൾ പേയ്മെന്റ് കൊടുത്തത് എത്ര, അയാൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവണ്ടേ? അതെ, ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എല്ലാ ക്യാമറാമാൻമാരെയും എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെയും
സന്തോഷിപ്പിച്ചുകൊണ്ടാണോ ഈ ന്യൂഡ് ഷൂട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ? അതേപോലെ ഇപ്പൊ ആങ്കറായിട്ട് കുട്ടീനെ വിളിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാണുന്ന ആളുകൾക്ക് ഒരു സന്തോഷം തോന്നണ്ടേ? എന്തോരം പെണ്ണുങ്ങൾ ഈ ലോകത്തുണ്ട്. ഞാൻ കാണുന്ന ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് അതുപോലെ ഞാൻ എന്റെ പണിയാ ചെയ്തത്. അല്ല, ഈ സെക്ഷൽ പ്രദർശനം നടത്തിക്കൊണ്ട് മാത്രമാണോ? അതെങ്ങനെ സെക്ഷൽ? അതിപ്പോ നിങ്ങൾ ഈ ഒരു ആങ്കർ ആയിരിക്കാൻ നിങ്ങൾ ഒട്ടും യോഗ്യനല്ലെന്ന് ഞാൻ പറയുന്നത്. സംഭവം എന്ന് അറിയോ, എന്നോട് ആ ചോദ്യം, നിങ്ങൾ ഇരിക്കുന്ന സെക്ഷൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആണുങ്ങളെ സെക്ഷലായിട്ട് ഇംപ്രസ് ചെയ്യാനാണ് നിങ്ങൾ ഇരിക്കണമെന്ന് ഞാൻ പറഞ്ഞാലോ? ഞാൻ നിഷേധിക്കുമ്പോ അതേപോലെ ഞാൻ എല്ലാ ഭാഗങ്ങളും തുറന്നിട്ട് കാണിച്ചിട്ടല്ല ഞാൻ എല്ലാ ഭാഗങ്ങളും തുറന്നിട്ടുണ്ടെങ്കിൽ അത് അതിനോടുള്ള ക്രൂവിന്റെ മുന്നിലാണ് നിന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്താ പറയുന്നത്. നിങ്ങൾ ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കുറിച്ച് എന്തിനാ ചോദിക്കുന്നത്? നമ്മൾ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും അങ്ങ് ചോദിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് അറിഞ്ഞ് അതിന് കണ്ടിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ അവിടെ ഫുൾ ടൈം വന്നിട്ട് ആ കാറിനകത്ത് ഇറങ്ങിയിട്ട് തുണിയില്ലാതെ വന്ന് ഇരിക്കുന്നൊന്നുമല്ല. ആ ഷൂട്ട് വരെ നമ്മുടെ അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിമാർ അടുത്തുണ്ടാവും. നമ്മളൊരു ടവലിട്ട് മൂടി വെച്ചിട്ടുണ്ടാവും. ആ ഷൂട്ടിന്റെ സമയത്ത് അവരെ ടവലും മാറ്റി ഷൂട്ട് എടുക്കും, അപ്പൊ തന്നെ മൂടിയിടും. അവരവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നതൊന്നും അല്ല. പക്ഷേ ഇതേ ചാനലില് ഇതേ ഷോട്ടിൽ തന്നെ ആ ക്യാമറാമാന്റെ താടിയിൽ പിടിച്ച് വലിക്കുന്നതും ക്യാമറാമാനുമായിട്ട് കൊഞ്ചിക്കൊഴയുന്നതും തമ്മിലുള്ള ഷോർട്സുകൾ. അപ്പൊ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ക്യാമറമാനോട് സംസാരിച്ചിരിക്കണ ഞാൻ കണ്ടല്ലോ. അതിനകത്ത് നിങ്ങൾ മോശം. അത് അങ്ങനത്തെ ഒരു സംസാരമല്ലായിരുന്നു. അദ്ദേഹം ഇവിടെ ഇരുന്നും ഹണി റോസ് പുറകിലിരുന്ന് കൈയിട്ടുമുള്ള ഒരു സംസാരമായിരുന്നു. ഹണി റോസ് ആയിരിക്കും. ഹണി റോസ് അല്ല, ഹണി റോസിന്റെ കാര്യമായിരിക്കും. ഞാൻ ഹണി ആരോഹി. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും സുപരിചിതമായിട്ട് തെറ്റിപ്പോകുന്നുണ്ട്. സീരിയസ്ലി അത് എന്റെ കുഴപ്പമാണ്. പക്ഷെ ഹണി ആരോഹി എന്ന് പറയുന്ന ഒരു മോഡൽ, അതായത് അവിടെ 2-3 മോഡൽസ് ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അത് 3 ട്രാൻസ് വിമൻസ് തന്നെയാണ്. പക്ഷെ ആ ഒരു സമയത്തും ഈ പറയുന്ന ഹണി ആരോഹി എന്ന് പറയുന്ന ഒരാൾ ക്യാമറാമാന്റെ കൂടെ, അതായത് ഈ എടുക്കുന്ന ഫോട്ടോഗ്രാഫറിന്റെ തോളിൽ കൈയിട്ട് അയാളുടെ താടിയിൽ പിടിച്ച് വലിക്കുന്ന ഒരു രംഗം കൂടി ആ വീഡിയോയിലുണ്ട്. ആ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. പേഴ്സണലി അറിയുന്ന എല്ലാവരോടും അങ്ങനെ ചെയ്യും. സീരിയസ്ലി ഞാൻ ഗബ്രിയുടെ താടിക്ക് തടി കൊടുക്കണില്ലായിരുന്നു. പേഴ്സണലി നമുക്ക് അറിയുന്ന വ്യക്തികളോട് നമ്മൾ ഫ്രീഡം എടുത്ത് പെരുമാറും. അതിലെന്താ പ്രശ്നം ഇരിക്കുന്നത്? അതിപ്പോ ഒരു ഫീമെയിൽ ഒരു മെയിലിനോട് പെരുമാറി എന്ന് പറഞ്ഞാൽ എന്താ അവിടെ മോശമായ റിലേഷൻ വരുമോ? ഫീമെയിൽ ഒരു മെയിലിനോട് പബ്ലിക്കായിട്ട് അവളുടെ മേത്തും മറ്റു ഭാഗങ്ങളിലും ശരീരഭാഗങ്ങളിലും തൊട്ടും തലോടിയാണോ? അങ്ങനെയാണ് ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാര്യം ബെസ്റ്റീസ് എന്ന് പറയുന്ന ഈ ഗേൾസിന്. അപ്പൊ അവർ ഈ ബെസ്റ്റീസുമായിട്ട് നടക്കുന്ന ഏത് രീതിയിലാണ്? തോളത്ത് കയറ്റും, തോളത്ത് കയറി നടക്കുന്ന ഒരു കാര്യം തന്നെ. അപ്പൊ ഇതൊന്നും കാണാതെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ മാത്രം നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് എല്ലാവരും കാണുന്നു, കുറ്റപ്പെടുത്തുന്നു? ഇപ്പൊ ഞാൻ ആ വീഡിയോയിൽ ഹണിയുടെ ഒരു കാര്യം കണ്ടതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇപ്പം കുട്ടി തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതിന്റെ അകത്ത് എല്ലാം ട്രാൻസ് വുമൻസ് ആയിരുന്നു മോഡൽസ് എന്ന്. ട്രാൻസ് വുമൻസ് മാത്രമല്ല അങ്ങനത്തെ ന്യൂഡ് ഷൂട്ട്സ് ചെയ്യുന്നത്, എത്ര ഫിലിം ആക്ട്രസുകൾ ചെയ്യുന്നു. അതൊന്നും ആരും എന്തേ കാണുന്നില്ല. അവർ ചെയ്താ ആഹാ, ബാക്കിയുള്ളവർ ചെയ്താ ഓഹോ. അതെന്തുകൊണ്ട്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോ എന്താ പറയുന്നേ, ഹണി എന്ന ഒരാള് ഫെമിനൈൻ ഒരു ക്യാരക്ടറിനെ പ്രണയിച്ച് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിലേക്ക് വരണം എന്ന് വിചാരിച്ചുകൊണ്ടെടുത്താണ്. ഞാൻ പ്രണയിച്ചെന്ന് പറയുന്നത് മദർ തെരേസ ആകാൻ വേണ്ടിയിട്ടൊന്നും ഇങ്ങനെ പെണ്ണായതൊന്നും അല്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വീഡിയോസ് ചെയ്യും, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടും. ഇയാൾ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിയ സമയത്ത് ഒരേ ടൈപ്പ് ഓഫ് വെയറിങ് ചെയ്യുന്ന ഇപ്പൊ ചില ആളുകളുടെ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ ഫുൾ ടൈം സാരീസ് മാത്രം ചെയ്ത് വീഡിയോസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ ആ ടൈപ്പോ അല്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും. അതാണ് എൻ്റെ ഫ്രീഡം. ചിലവർ പറയും ഞങ്ങൾക്ക് ഫ്രീഡം ഇല്ലെന്ന് പറയും. അതല്ല ഞാൻ എൻ്റെ ലൈഫ് എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ എടുത്ത ആളാണ്. അപ്പം ഞാൻ ഫോട്ടോഷൂട്ട് ചിലപ്പോൾ ഞാനത് ഡിലീറ്റ് ചെയ്യും, ചിലപ്പോൾ എടുത്തിടും, തോന്നിയ പോലെ ജീവിക്കും. പക്ഷേ ഞാൻ ഇതൊന്നും ആരെയും കൊണ്ട് നിർബന്ധിച്ച് ജീവിക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങളോടും ഞാൻ നിർബന്ധിച്ച് ചെയ്യാനൊന്നും പറയുന്നില്ല, ലൈക്ക് അടിക്കാനും പറയുന്നില്ല, ഫോളോ ചെയ്യാനും പറയുന്നില്ല, കാണാനും പറയുന്നില്ല. ഇയാളോട് പറഞ്ഞിട്ടാണ് ഇയാൾ കണ്ടത്. ഇയാളോട് പറഞ്ഞിട്ടാണ് ഇയാൾ കണ്ടത്. ഞാൻ താങ്കളോട് പറഞ്ഞു ഇത് കച്ചവടം ചെയ്ത് കാണാൻ പറഞ്ഞോ. ഞാൻ പുള്ളിനോട് പേയ്മെന്റ് മേടിച്ച് ആ ഷൂട്ട് ചെയ്തോ. താങ്കളോട് പറഞ്ഞിട്ട് താങ്കളുടെ നെറ്റ് കളഞ്ഞ് കാണാൻ പറഞ്ഞു, ഇന്റർനെറ്റ് കളഞ്ഞ് കാണാൻ പറഞ്ഞു. നിങ്ങൾ നല്ല കുട്ടിയാണ്, സ്ത്രീത്വത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾ കാണാൻ ഞാൻ പറഞ്ഞോ? കാണാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇങ്ങനത്തെ സ്ത്രീത്വത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഇട്ട് കുട്ടി ജീവിച്ചോളൂ. ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഇടക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ജീവിച്ചോളാം. എന്നെ വെറുതെ വിടത്. താങ്കൾ വൈറലായിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് എന്നാ കിടന്നോട്ടെ. ഇപ്പോൾ കയ്യിൽ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചൊരു ടാറ്റു ആണ് വിഷ്ണു എന്നുള്ളത്. വിഷ്ണു എക്സ് ഹസ്ബൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലേ. സോ എക്സ് ഹസ്ബൻഡിന്റെ ടാറ്റു കയ്യിൽ അടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തു. അത് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂ, അതിലേക്ക് ഞാൻ ഇടപെടുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്, അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാളെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ്, ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞ് നേരത്തെ
ഹണിയാരോഹി പറഞ്ഞു വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞു, അയാളെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. പക്ഷെ ഇന്റർവ്യൂകളിൽ പറയുന്നു അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ്, റിലേഷൻഷിപ്പിലല്ല. അയാളെ മറിച്ച് എനിക്ക് വേറൊരു പാർട്ട്ണർ ഉണ്ടെന്ന് കൂടെ പറയുന്നു. പലരുടെയും കൂടെ പോകുന്ന ഒരാളാണോ ഹണി ആരോഹി? അതും ഈ ഒരു ടാറ്റു ഇപ്പോഴും വെച്ചുകൊണ്ട് തന്നെ. അതിൽ എന്ത് മൊറാലിറ്റി ആണുള്ളത്? ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം. ഒരാളെ സ്നേഹിക്കുന്ന ടൈമിൽ കയ്യിൽ കുത്തിയ ഒരു ടാറ്റു ആണത്. അത് അവരുമായിട്ട് പിരിഞ്ഞെന്ന് പറഞ്ഞ് മായ്ക്കണം എന്നുള്ള നിർബന്ധപരമായ കാര്യമൊന്നുമല്ല, അത് ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പിന്നെ ഒരു കാര്യം, ഞാൻ എന്നെ വീട്ടിൽ താമസിപ്പിക്കുന്ന കാര്യം, ഈ പറയുന്ന ഹണിയുടെ പാർട്ട്ണറിനും ഹണിയുടെ വീട്ടിൽ ഹണിയുടെ അമ്മച്ചിയുണ്ട്, സ്വന്തം അമ്മ. ആ അമ്മയ്ക്കും ഇല്ലാത്ത പ്രശ്നം ബാക്കി കാണുന്നവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടുകാർക്കുമില്ല ഈ ഒരു പ്രശ്നം. പിന്നെ എന്താണ് ബാക്കിയുള്ളവർക്ക് പ്രശ്നം? ഞങ്ങൾ തമ്മിൽ മോശം റിലേഷൻ ആണെങ്കിൽ അത് ഹണിയുടെ പാർട്ട്ണർ പറയണമായിരുന്നു. ഹണിയുടെ പാർട്ട്ണർ അത് പറയുന്നില്ല. ഒരു സോഷ്യൽ എന്താ പറയുക, നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലേ ഗബ്രിയ? അതിന് ഞാൻ ഒരു കാര്യം, എങ്ങനെയാണ് ഈ ഫിലിം ആക്ട്രസുകൾ എത്ര നടന്മാരുടെ കൂടെ അഭിനയിക്കുന്നത്, അവരൊക്കെ ആയിട്ട് റിലേഷൻ ആണോ? ഒരിക്കലും എന്തൊക്കെ തരത്തിലുള്ള ഷോർട്സ് അവർ അഭിനയിക്കുന്നു, എന്താ കാര്യം ഇരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ആക്ച്വലി ഉണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആക്ച്വലി പബ്ലിക്കില് അല്ലെ സമൂഹത്തിൽ നല്ല റിലേഷൻസ് ഉള്ള ആളുകൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുവാണ്. നിങ്ങൾ ഇവിടെ നിന്നാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ? ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുക സത്യസന്ധമായിട്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഈ ഒരു വിഷ്ണു എന്നുള്ള ടാറ്റു മാത്രമല്ല, ഇപ്പുറത്തെ ഒരു വിനു എന്നുള്ള ടാറ്റു കൂടി ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതല്ല, വിഷ്ണുവിനേക്കാൾ മുന്നേ ഉണ്ടായിരുന്ന റിലേഷനാണ് അത്. റിലേഷൻസ് എന്ന് പറയുന്നത് റിലേഷൻ എന്ന് പറയുന്നത് വെറും ഒരു എന്താ പറയുന്നത് യൂസ് ആൻഡ് ത്രോ നിങ്ങളോട് പറയട്ടെ, ഞാൻ ചോദ്യത്തിന് കംപ്ലീറ്റ് ചെയ്യാൻ സമയം എന്താ? നിങ്ങൾക്ക് കണ്ടന്റ് മാത്രമല്ല, നമ്മൾ പറയാനുള്ള റൈറ്റ്, നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കാനല്ലേ. അതൊരു റെസ്പെക്ട് ചെയ്യും, സത്യസന്ധമായിട്ട് പറയും, റെസ്പെക്ട് ചെയ്യും. ഞാൻ പറയട്ടെ, ഇങ്ങനെ ചുമ്മാ നമ്മളോട് ചോദിക്കും, നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന മുമ്പേ അതൊരു സാരിനെ പറ്റി, ആ സാരിയുടെ ചോദ്യം ഞാൻ ആൻസർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എവിടെ കംപ്ലീറ്റ് ചെയ്തേ? ചുമ്മാ സംസാരിച്ചിട്ട് ഇരിക്കരുത്. നമ്മൾ പൊട്ടന്മാരെന്നല്ല, വെറുതെ വന്നിരിക്കണേന്നല്ല, സീരിയസ്ലി ഞാൻ പറയുവാണ്. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചാൽ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് സംസാരിച്ച് തീർക്കാനുള്ള സമയം തന്നെ എനിക്ക്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ സംസാരിക്കേണ്ട അവസ്ഥ ഉണ്ടാവണത്. ഇതെൻ്റെ പേഴ്സണൽ കാര്യം ചോദിച്ചാൽ ഞാൻ പറയാനുള്ള റൈറ്റ്സ് തന്നെ. വെറുതെ ഇരുന്നിട്ട് തോന്നിയ ദിവസം സംസാരിച്ചുകൊണ്ടിരിക്കരുത്. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അത് പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളാണ്. അത് മര്യാദക്ക് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യം ഇതെനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഇത് നമ്മൾ ഒരാളോട് ഇഷ്ടമുള്ള സമയത്ത് ടാറ്റു ചെയ്താണ്. അവരെ ബോധിപ്പിക്കാനോ അവരെ ഇമ്പ്രസ് ചെയ്യാനോ ഞാൻ കുത്തുന്ന ടാറ്റു ഉള്ളതെന്ന് പല സമയത്തും പറയുന്നുണ്ട്. സീരിയസ്ലി ഞാൻ പറയുവാണ്. ഒരാളെ ഇമ്പ്രസ് ചെയ്യാനോ അല്ല അവനെ വശീകരിക്കാനോ ഞാൻ ടാറ്റു ചെയ്യുന്നതല്ല. പല ആളുകളും അവർ ബ്രേക്കപ്പ് ആകുമ്പോൾ അതുകൊണ്ട് മായിച്ചിട്ട് അവിടെ ലവോ കാക്കക്കുഞ്ഞോ ഒക്കെ കിളിക്കുഞ്ഞോ ഒക്കെ വരച്ചു വെക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ അത് അവരുടെ പേഴ്സണലി, അവരെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ ഒരാളോടുള്ള ആ മൂവ്മെൻറ്റിലുള്ള ഇഷ്ടമാണ് എൻ്റെ കൈ കുത്തിയിരിക്കുന്നത്, ആ വ്യക്തിനോടുള്ള ഇഷ്ടം. അതിനുശേഷം ഞാൻ അവിടെ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് ആ നിമിഷത്തെ റിലേഷനാണ് ബ്രേക്ക് ആകുന്നത്. അതിന് മുന്നേ ഉണ്ടായ ഇഷ്ടങ്ങൾ എനിക്ക് ഇന്നും ഉണ്ട്. ഇപ്പോഴും താൻ ആ വ്യക്തിനെ പറ്റി മോശം പറഞ്ഞാൽ എനിക്ക് ഹേർട്ടാവും. അതൊന്നാമത്തെ കാര്യം. അതിനുശേഷമാണ് റിമൂവ് ആകാത്ത. പിന്നെ ഇവൻ എനിക്ക് ഈ പറയുന്ന ഒരു റിലേഷൻസും വരുന്നതിന് മുമ്പുള്ള റിലേഷൻസാണ്. ഞങ്ങൾ നാളെ പാർട്ട്ണർ ആകോ ഇല്ല അതൊന്നുമല്ല. ഇന്ന് എൻ്റെ വീട്ടിൽ താമസിക്കുന്ന ഒരാളും ഞാനും തമ്മിൽ മോശമാണെന്ന രീതിയിൽ സംസാരിക്കരുത്. സീരിയസ്ലി നിങ്ങൾ കാണുന്ന എല്ലാവരുടെയും കൂടി എങ്ങനത്തെ റിലേഷൻ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നെ പറ്റി സൂക്ഷിച്ച് സംസാരിക്കണം. സീരിയസ്ലി പറഞ്ഞില്ല വേണ്ട. എൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു വ്യക്തിൻ്റെ അടുത്ത് ഞാൻ വന്നപ്പോൾ തന്നെ അവൻ്റെ താടി മോശമായിരിക്കുന്ന സമയത്ത് അത് ഞാൻ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ടാണ്. ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് അല്ല കളിക്കുന്നത്. എൻ്റെ പാർട്ട്ണറിന് മുന്നിലാണെങ്കിലും എൻ്റെ ഫാമിലിയുടെ മുന്നിലാണെങ്കിലും അവൻ്റെ ഫാമിലിയുടെ മുന്നിലാണെങ്കിലും ഞാൻ അവനോട് ബിഹേവ് ചെയ്യുന്നത് അത്ര ജെന്യുവനായിട്ടാണ്. സീരിയസ്ലി അത് നിങ്ങൾക്ക് കാണുന്നത് മോശമാണെന്ന് പറയാൻ നിങ്ങളുടെ തെറ്റാണ്. അത് മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ കാണുമ്പോൾ ഇങ്ങനെ ജീവിക്കുക അങ്ങനെ അതൊന്നുമല്ല. ഞാൻ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. സംസാരിക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ്. മറ്റുള്ളവർക്ക് എങ്ങനെ വിശ്വസിക്കണമെന്ന് ആവശ്യമില്ല. എനിക്ക് സത്യസന്ധമായിട്ട് എങ്ങനെ പെരുമാറണമെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അവരോട് എനിക്കുള്ളത് വളരെ പ്യുവറായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. പിന്നെ നാളെ ഞങ്ങൾ എങ്ങനെയാവും എന്തോ അത് ഞങ്ങളുടെ ഇഷ്ടമാണ്. ചിലപ്പോൾ നാളെ ഇപ്പോൾ ഉള്ള എൻ്റെ റിലേഷൻ ബ്രേക്കപ്പ് ആയ ശേഷം ഞങ്ങൾ ചിലപ്പോൾ റിലേഷൻ ആകുമായിരിക്കും. സമൂഹത്തിന് എന്ത് വാല്യൂ ആണ് നിങ്ങൾ കൊടുക്കുന്നത്? ഏതോ സമൂഹത്തിന് ബോധിപ്പിക്കാനാണോ ഞാൻ ജീവിക്കുന്നത്? താങ്കൾ ജീവിച്ചോ? നീ ഇതെന്ത് ചോദ്യം? എനിക്കറിയാൻ പാടില്ല. നിങ്ങളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ സമൂഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാനാണോ വന്നിരിക്കുന്നത്? എന്നെ 10 പേര് കാണാൻ എനിക്ക് 10 ലൈക്ക് കിട്ടണമെന്ന് ഓർത്ത് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ വന്നിരിക്കുന്നത് സമൂഹത്തിൽ ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ല, കൊച്ചു ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണോ എനിക്കറിയാൻ പാടില്ല. ജോലിയുടെ ഭാഗം ഇവിടെ കിട്ടുന്ന 2 ലക്ഷം രൂപയാണെന്ന് തോന്നുന്നു ഡെയിലി കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം ജീവിക്കാമെന്ന്. അല്ലാതെ പബ്ലിക് അറിയണം 10 പേര് അറിയുന്ന ഫേസ് ആണോന്നൊന്നും ഒരു ആഗ്രഹമൊന്നുമില്ല. സീരിയസ്ലി അറിയുന്ന അങ്ങനൊന്നും ഒരു ആഗ്രഹമില്ല. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. എനിക്കിപ്പോൾ എന്നെ കുറച്ച് പേര് സമൂഹത്തിൽ അറിയുന്ന ഒരാൾ. എനിക്ക് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആഗ്രഹവും ഉള്ള ഒരാളാണ്. അല്ലാതെ എനിക്ക് ഞാൻ സമൂഹത്തിന്
പേഴ്സണൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇടപെടാൻ പോകാറില്ല. പിന്നെ കണ്ണിന് മുന്നേ ഒരു മോശം കാര്യം കണ്ട് അതിന് എന്നെ കൊണ്ട് സഹായിക്കപ്പെടുന്ന കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നല്ലാതെ ഒരാളെ പേഴ്സണൽ കാര്യങ്ങൾ കയറി ഇടപെടാറില്ല. ഇത്ര നേരം നിങ്ങൾ ഇരുന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് പേര് പോലും ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ടില്ലല്ലോ, ചോദിച്ചോ? ഇല്ലല്ലോ. അതെൻ്റെ മാനേഴ്സ് എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? എൻ്റെ മാനേഴ്സ്. ഒരാളുടെ അടുത്ത് ഞാൻ പേര് നിങ്ങൾക്ക് പറയാലോ. നിങ്ങൾ എൻ്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ സംസാരിക്കും. നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് സെൽഫ് ഇൻട്രൊഡ്യൂസ്. നിങ്ങളൊരു ആങ്കർ അല്ലേ? കണ്ടില്ല. കോട്ടയംകാരിയാണെന്ന് ഗബ്രീനോട് സംസാരിച്ചപ്പോൾ ഇടയ്ക്കറി എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്ന ഒരാളാണ്. കോട്ടയംകാരി നിങ്ങളുടെ അങ്ങോട്ട് ഒരു പേരെന്താ വയസ്സെന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിച്ച് പരിചയപ്പെടാനുള്ള സമയം ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇവിടെ ഇരുന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതല്ല മാനേഴ്സ് എന്ന് പറയുന്നത്. ആദ്യം അത് പഠിക്കുക, അല്ല സമൂഹത്തിനെ പഠിപ്പിക്കാൻ നിൽക്കരുത്. നമ്മൾ മാറാനുള്ള കാര്യങ്ങൾ ആദ്യം മാറ്, എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കും. ഞാൻ അങ്ങനെയൊന്നുമല്ല. ഞാൻ വന്നതിന് ശേഷം എല്ലാവരും ചിരിച്ചിവിടെ വന്ന് എല്ലാവരും ചോദിക്കും. എനിക്ക് പരിചയമുള്ളവരെ പോലെ ചിരിച്ച് സംസാരിച്ച് അവരോട് കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അതാണ് മാനേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട കേട്ടല്ലോ. പിന്നെ ഞങ്ങളുടെ റിലേഷനെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എങ്ങനെ റിലേഷൻ ആയിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങളുടെ ക്ലിയർ ചെയ്തല്ലോ. ഞങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ തനിയെ നിർത്തും. ആൾക്കാർ പറയണമെന്നില്ല. ഈ കൊച്ചു കയ്യിൽ നിന്ന് എടുത്തിരുന്ന കാര്യങ്ങളാ ചുമ്മാ. കയ്യിലെടുത്തിരുന്നല്ലേ. ഇപ്പൊ ഒരുപാട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നിങ്ങളുടെ പോസ്റ്റുകൾക്ക് കീഴിൽ കമന്റ്സ് വന്നിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ മോളാണ് ഇന്റർവ്യൂ ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യസന്ധമായിട്ട് മോളുടെ ഇന്റർവ്യൂസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മോൾ ഇതിനു വേണ്ടി തന്നെ വൈറലാകാൻ വേണ്ടി കുറച്ച് ചോദ്യങ്ങൾ കയ്യിൽ നിന്ന് എടുത്തിടുന്നതാണ്. സീരിയസ്ലി ഞാൻ വരത്തില്ലായിരുന്നു. കാര്യമായിട്ട് പറയുക. എന്നെ വിളിച്ചിരുന്നു. ഞാൻ ഇന്റർവ്യൂവിന് വിളിച്ചിരുന്നു. മോളല്ല വിളിച്ചത്, വേറെ പെണ്ണാ വിളിച്ചത്. അവർ എന്നോട് പറഞ്ഞു മോളാണെന്നല്ല പറഞ്ഞു, വേറെ ആരാണെന്ന് ഇന്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളാണ് ഇന്റർവ്യൂ ചെയ്യണം. ഞാൻ സത്യസന്ധമായിട്ട് ഇരിക്കത്തില്ലായിരുന്നു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് എനിക്ക് ഞാൻ ചോദിക്കുന്ന എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോദ്യങ്ങളല്ല. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും ഒരുമിച്ച് താമസിക്കുന്നു എന്ന് കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിലെടുത്ത് ആർക്കായാലും ഒരു ചോദ്യം വരും. റിലേഷനിലാണോ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അത്രയും ഞാനും ചോദിച്ചോളൂ. ബന്ധത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ ഞാൻ? ഈ ബന്ധത്തെ പറ്റി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലുപരി നിങ്ങൾ എവിടെയാണ് നിങ്ങളുടെ ബന്ധത്തിനെ പറ്റി ഇത്രയും ക്ലിയർ ആയിട്ട് റിവീൽ ചെയ്തത്? എന്താണ് അറിയേണ്ടത്? അങ്ങനെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇനി ഇതിനകത്ത് എന്താ ഡിക്ലെയർ ചെയ്യേണ്ടത്? ഞങ്ങൾ തമ്മിൽ മോശം റിലേഷൻസ് ഉണ്ടെന്ന് പറയണോ താങ്കളോട്? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നേരം ഹണി ആരോഹി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു നിങ്ങൾക്ക് പലരുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന്. അതെല്ലാം മോശം റിലേഷൻ ആണോ? പലരുമായി റിലേഷൻ ഉണ്ടായിരുന്നതാ പറഞ്ഞത്. അത് ഒരേ ടൈമിൽ 10 പേരുടെ റിലേഷൻ ഉണ്ടായി. എനിക്ക് മുന്നേ എക്സ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. ആദ്യം കേൾക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കേൾക്കൂ. അതിനുശേഷം ഒരാൾ ബ്രേക്കപ്പ് ആകുമ്പോൾ അതിനുശേഷം ഒരേ സമയത്ത് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉള്ള ഒരാളല്ല ഞാൻ. ഒരേ സമയത്ത് ഒരാളുമായി റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അയാളായിട്ട് ബ്രേക്കപ്പ് ആയപ്പോൾ അടുത്താള് എനിക്കൊരു റിലേഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇതൊരു ചെയിനാണോ? നിങ്ങൾ കമ്മിറ്റഡ് ആണോ? അല്ല. അത് നിങ്ങളുടെ ചോയ്സ് അല്ലേ. അപ്പം ഞാൻ പോയി കമ്മിറ്റഡ് ആകുമ്പോൾ അറിയാനാ തെറ്റല്ലേ? അതുപോലെ എനിക്ക് കമ്മിറ്റഡ്, ഞാൻ റിലേഷനിൽ ഇഷ്ടപ്പെടുന്നു. ഞാനൊരു റിലേഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. റിലേഷനിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. സിംഗിളായി ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. എനിക്ക് എപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് ഇഷ്ടം. എപ്പോഴും ഒരു പാർട്ണർ വേണം, സെക്ഷൽ ലൈഫ് വേണം, എനിക്ക് ഫിസിക്കൽ നീഡ്സ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഞാൻ അതിൽ ഹാപ്പിയാണ്. പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? ഞാൻ വയസ്സായ അമ്മൂമ്മത്തള്ളയൊന്നും അല്ല. ഇപ്പം തന്നെ രാമായണം വായിച്ച് ബൈബിളും വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. മതിയായോ ചോദ്യങ്ങൾ? അപ്പൊ ഇപ്പൊ സോഷ്യൽ മീഡിയ നിറയെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇത്തിരി മുമ്പ് കുട്ടി പറഞ്ഞല്ലോ ഹണിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച്, നൂഡ് ഷൂട്ട് ചെയ്ത കാര്യത്തെ കുറിച്ച്. കുട്ടി അപ്പൊ എന്ത് കോസ്റ്റ്യൂം ഇട്ടാ വന്നിരിക്കുന്നത്? അപ്പൊ കുട്ടി ഇരിക്കുന്ന ഇത്തിരി മുമ്പ് ക്യാമറാമാന്റെ താടിയെ പിടിക്കുന്ന കണ്ടു ഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ക്യാമറാമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവരാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവരൊന്നും ഇത് കാണുന്നില്ല. അപ്പൊ അവരെ ഇംപ്രസ് ചെയ്യാൻ എങ്ങനെ ഇരിക്കും? അല്ല, ഇങ്ങനത്തെ ഒരു ചാനലിനകത്ത് ഞങ്ങൾ രണ്ടിനും ഇങ്ങനെ വന്നിരിക്കും. ഞങ്ങളിപ്പോൾ എത്രത്തോളം മോഡൽ ഷൂട്ട് ചെയ്ത് ന്യൂഡ് ഷൂട്ട് ചെയ്താലും ഇപ്പൊ ഇത്രത്തോളം ആളുകൾ കാണുന്നിടത്ത് വന്നിരിക്കുവാണല്ലോ. ഇപ്പൊ എന്റെ ന്യൂഡ് ഷൂട്ട് വേണ്ടാത്ത ആളുകൾ കളയും. പക്ഷെ ഇത് ഇപ്പൊ എല്ലാ മലയാളികളും കാണുന്ന ഒരു ചാനലാണല്ലോ. അതിനകത്ത് മോൾ എന്തിനാ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഞാൻ ഒബ്വിയസ്ലി ഞാൻ തുണി ഇല്ലാണ്ടല്ല കേസ് വന്നിരിക്കുന്നത്. അല്ല, അതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അതൊരു ഷൂട്ടിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഇരുന്നത്. ഫുൾ ടൈം ഹണി അങ്ങനെയല്ല നടക്കുന്നത്. ആ ഷൂട്ടിന്റെ വ്യൂസ് പോയിരിക്കുന്ന 4.4 ലാക്ക് ആണ്. അത് നമ്മുടെ പ്രശ്നമല്ല. അത് നമ്മുടെ നാട്ടിലുള്ള ആളുകളാണ് അത് കാണുന്നത്. നമ്മൾ പറഞ്ഞിട്ടല്ല കാണുന്നത്. അവര് യൂട്യൂബിൽ കയറുമ്പോൾ നാട്ടിലുള്ള പട്ടിയും പൂജ കാണാനല്ലല്ലോ നമ്മൾ ന്യൂഡ് ഫോട്ടോഷൂട്ട് നടത്തുന്നത്. അത് തന്നെയാണ് പോയിന്റ്. ഞാനും അത് നാട്ടുകാർ കാണാൻ വേണ്ടി തന്നെ ചെയ്തതാണ്.
Okay. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണോ? ഇത് നാട്ടുകാർ കാണാൻ വേണ്ടി ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഇത് മോക്ക് നാട്ടുകാർ കാണാൻ ഇഷ്ടമല്ലാത്തതല്ലോ. അതുപോലെ ഞങ്ങളും നാട്ടുകാർ കാണാൻ വേണ്ടി തന്നെ ചെയ്തത്. ഞാൻ കാണാനാണ് വീട്ടിൽ നിന്ന് തുണി അഴിച്ചിട്ടാ പോരായിരുന്നു. നാട്ടുകാരെ ബോധിപ്പിച്ച് ജീവിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം ഞങ്ങളുടെ ഐഡന്റിറ്റി തിരഞ്ഞെടുത്ത് ഇത്ര സ്ട്രഗിൾ ചെയ്ത് വീട്ടുകാരുള്ള പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞ് സമൂഹത്തിലേക്ക് വന്ന് ഇപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന സമൂഹത്തിൽ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല ബോധിപ്പിക്കാൻ. പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നാണ് പ്രേക്ഷകർ പറഞ്ഞോട്ടെ, ഞങ്ങളത് നോക്കുന്നില്ല. കാരണം അവർക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ മതി. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. ഒരുത്തനെ കൂടെ താമസിപ്പിച്ചുകൊണ്ട് താമസിക്കുന്ന കൊണ്ട് ഹണിക്ക് വേറൊന്നും ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ ഒരു 3-4 വർഷത്തിനുള്ളിൽ കാണാം. ഹണി ഇങ്ങനെ തന്നെയായിരുന്നു നേരത്തെ, ഇങ്ങനെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാതിരുന്നിട്ട് നിങ്ങൾ ഒരാൾ ഉപദേശിക്കുന്നത് നല്ലത്. താൻ തന്നെ പൊട്ടനായിരുന്നിട്ട് മറ്റുള്ളവരെ പൊട്ടനെ കളിയാക്കണ പോലെ താൻ പറഞ്ഞോണ്ടിരിക്കും. ഒരാണും ഒരു പെണ്ണും ഒന്നിച്ച് താമസിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വേറൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിസ്റ്റൻഡർ ആയിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോഴത്തെ ഇത്രയും പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ് എന്ന് ഈ കേരളത്തിൽ താമസിക്കുന്ന എത്ര പേരുണ്ട്? ലിവിങ് ടുഗെദർ ജീവിക്കുന്ന എത്ര പേരുണ്ട്? ബെസ്റ്റീസ് ഒന്നിച്ച് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിലൊന്നും ആരും ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സമൂഹത്തെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ട്രാൻസ് ആയിട്ടുള്ള കേരളത്തിൽ ട്രാൻസ് ആണ്. കേരളത്തിൽ ഒരു സമയത്ത് ട്രാൻസേ ഇല്ലായിരുന്നു. ഞങ്ങൾ അതേ കേരളത്തിൽ ജീവിക്കുന്ന ട്രാൻസ് ആണ്. ഇതിനൊക്കെ എല്ലാം ഞങ്ങൾ ഫേസ് ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾ ഇതിനേക്കാളും നല്ല ധൈര്യമുള്ള ആളുകളായിരിക്കും. ഞങ്ങൾ ചെയ്തൊരു കാര്യത്തിൽ നിങ്ങൾ വളരെ കുറച്ച് കാണുന്നു. എന്നിട്ട് നിങ്ങൾ അതേപോലത്തെ നിങ്ങൾ സമൂഹത്തിന് മേന്മയുള്ള എന്ത് കാര്യം ചെയ്തു? ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്കത് മോശമായിട്ട് തോന്നണം. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എന്റെ ബോഡീനെ വളരെ പ്രൗഡായിട്ട് കണ്ട് ഞാൻ ചെയ്തൊരു ഷൂട്ടിൽ നിങ്ങൾ മോശമായിട്ട് കണ്ട് നിങ്ങളൊരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ തുണി അഴിച്ച് കാണിക്കുന്ന ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു കാലിച്ചിരി എന്നിട്ട് ഇങ്ങനെ ഇരിക്കണം. എന്തിനാ കാലിച്ചിരി അകത്തിരിക്കും? അത് എന്റെ കംഫർട്ടാണ്. ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? ഞാനാണോ? എന്റെ കാര്യം തീരുമാനിക്കണം ഞാനാണോ? ആയിക്കോട്ടെ, പക്ഷേ അതിനകത്തൊരു ഷൂട്ടുണ്ട്. ഞാൻ തുണിയൊന്നും ഇല്ലാതെ കാലകത്തേക്ക് ഇരിക്കുന്ന ഷൂട്ടുണ്ട്. കണ്ടായിരുന്നോ? കണ്ടിട്ടാണ് ആരെങ്കിലും പറഞ്ഞു തന്നതാണ് ഇത്? അല്ല, ഒരു കാര്യം ചെയ്യാം. കാണാത്ത കാര്യമാണ് കുട്ടി ചോദിക്കുന്നത്. ആ ചേച്ചി എന്തേ മതി, മോളുടെ സംസാരം മതി. അല്ല, മതിയാക്കിയാ മതി. ഞങ്ങൾക്ക് താല്പര്യം. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത്രയും ധൈര്യമുള്ള ഗബ്രിയും ഹണിയും നമ്മുടെ മുൻപിൽ മാത്രം എന്തുകൊണ്ട് ഇത് പറയാൻ മടിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞങ്ങൾക്ക് താല്പര്യമില്ല പറയാൻ. ഓക്കെ, അല്ല, കുട്ടിയുടെ ചോദ്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റൂ. ചോദിക്കുന്ന ചോദ്യം പ്രകോപിപ്പിക്കുന്ന ആണെങ്കിൽ ഞങ്ങൾ പ്രകോപിതരാകും. അത് ഞങ്ങളുടെ പ്രശ്നമല്ല. അല്ല, രണ്ടുപേരെ വിളിച്ച് ഇന്റർവ്യൂവിന് വരുത്തിയിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് ചോദിക്കണം. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന പോലെ പെരുമാറണം. എല്ലാവരും ഒരുപോലെ റിയാക്ട് ചെയ്യണമെന്നില്ല. അതെ, ഞാനിപ്പോ തുണിയില്ലാതിരിക്കുവാണല്ലോ. ഇപ്പൊ തുണിയില്ലാതല്ലോ ഹണി ഇരിക്കുന്നതും ഞാൻ ഇരിക്കുന്നതും ഒരു വീഡിയോ ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു, ഞങ്ങളെ ട്രാൻസ് ആണെന്നുള്ളതുകൊണ്ട് ഞങ്ങളോട് ചോദിക്കുന്നു. അങ്ങനെ ഈ ആക്ട്രസുകളെയൊക്കെ വിളിച്ചിട്ട് നിങ്ങൾ ഇത് ചോദിക്കും, നിങ്ങൾ എന്താ തുണിയില്ലാതെ ഷൂട്ട് ചെയ്ത്, നിങ്ങൾ എന്താ തുണിയില്ലാതെ അവരോട് കിടന്നത്, ഇങ്ങനെയൊക്കെ ഫിലിം അപ്പം നിങ്ങൾ കാണുമ്പോൾ അതിന്റെ ഒന്നും കാണുന്നില്ലേ? ഈ ന്യൂഡായിട്ടുള്ള എത്ര ഫിലിംസ് ഉണ്ട്, നിങ്ങളിതൊന്നും കാണുന്നില്ലേ? അവരൊന്നും മനുഷ്യരല്ലേ? ന്യൂഡായിട്ടുള്ള ഒരുപാട്. ഞാൻ പറയട്ടെ, ഒരു ഫിലിമിൽ മൊത്തം കണ്ടന്റ് അല്ല നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഈ ഷൂട്ടിൽ മൊത്തം കണ്ടന്റ് ആണെങ്കിൽ ഇത് കുറച്ച് സമയത്തേക്കുള്ള ഫോട്ടോഷൂട്ട്. അത് സിനിമ പോലെ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതല്ല. ഇത് ഫോട്ടോഷൂട്ട്, അത് ഫിലിം, രണ്ടാണ്. മനസ്സിലായോ? ഫോട്ടോഷൂട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അത് കഴിഞ്ഞ് അതിൽ സംസാരമില്ല, വോയിസ് റെക്കോർഡിംഗ് ഇല്ല, ക്യാപ്ചറിങ് മാത്രമേ ഉള്ളൂ. അതേസമയം അപ്പൊ വോയിസ് ഉള്ള ഫിലിം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ആദ്യം അവിടെ പ്രതികരിച്ചിട്ട് ഇവിടെ വാ, എന്നിട്ട് ഇവിടെ പ്രതികരിക്കുക. സത്യം, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കില്ല. അതെ, നമ്മളിപ്പോ ഇതെന്താ സംഭവം? നമ്മളെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ ആളുകൾ വന്ന് നമ്മളെ അങ്ങ് പൊങ്കാല ഇടും. നന്നായി എന്ന് പറയാം. അപ്പൊ കുട്ടിക്ക് തന്നെ അറിയാം നമ്മൾക്കെതിരെ പറഞ്ഞ പബ്ലിക്. ഞാൻ പലർക്കും ചോദിക്കാനുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. തിരിച്ച് പറയാൻ താല്പര്യമില്ല. തിരിച്ചു പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ വിളിച്ചു വരുത്തുന്നത് ഈ ഒരു ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ്. ആദ്യമായിട്ട് ചെയ്യുന്ന ഇന്റർവ്യൂ ഒന്നും അല്ല മോളെ. എനിക്ക് ഒരുപാട് ഇന്റർവ്യൂസ് ഞാൻ ചെയ്യുന്ന ഒരാളാണ്. മോൾക്ക് ചിലപ്പോൾ കുറെ എന്തെങ്കിലും കിട്ടിയിട്ട് കണ്ടന്റ് കിട്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിനകത്ത് യൂട്യൂബിനകത്ത് കുറച്ച് 10 ലൈക്ക് കിട്ടാൻ വേണ്ടി മോൾ എന്ത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. സീരിയസ്ലി പോയി ലോണി നോക്ക്, ഭ്രാന്ത്.